السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന പാഠങ്ങളാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ വിവരിച്ചു വന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലും അന്ത്യനാളുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ആരംഭമായി അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബർ ജീവിതത്തിൽ അവനെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതാണ് രണ്ടാമതായി നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ദർസിൽ അവസാന നാൾ അൽ യൗമുൽ ആഖിർ അല്ലെങ്കിൽ യൗമുൽ ഖിയാമ, അതിന്റെ പേരുകൾ എന്തെല്ലാമാണ്, അതിൽ നിന്ന് പഠിക്കാവുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അന്ത്യനാൾ ആരംഭിക്കുന്നത് അന്നഫ്ഖു ഫിസ്സൂർ ഔ അന്നഫ്ഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്നതോടുകൂടിയാണ്. കാഹളത്തിൽ ഊതുക എന്നത് രണ്ട് തവണ സംഭവിക്കുന്നതാണ്. ഒന്നാമത്തേത് അന്നഫ്ഖത്തുൽ ഊല, ഒന്നാമത് കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ സർവ സൃഷ്ടികളും അതോടുകൂടി മരിച്ചു വീഴുന്നതാണ്. അതാണ് നഫ്ഖത്തു അസ്സാഇഖ്. മനുഷ്യരെല്ലാം, ഭൂമിക്ക് മുകളിലുള്ള സർവരും മരിച്ചു വീഴുന്നത് അതോടുകൂടിയാണ്. അത് തന്നെയാണ് നഫ്ഖത്തുൽ ഫസ, മനുഷ്യരെല്ലാം ഭീതിയിലാഴ്ത്തുന്ന, പേടിപ്പിക്കുന്ന ആദ്യത്തെ നഫ്ഖത്ത് അതാണ്. രണ്ടാമത്തേതാണ് നഫ്ഖത്തുൽ ബഅസ്, മനുഷ്യർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ, കാഹളത്തിൽ ഊതുന്ന രണ്ടാമത്തെ ഘട്ടം. ഇതോടുകൂടിയാണ് ബഅസ് സംഭവിക്കുന്നത്. ബഅസ് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം മനുഷ്യർ അവരുടെ ശരീരത്തോടുകൂടി, അവരുടെ റൂഹോടുകൂടി പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നതാണ്. ഇതിനാണ് ബഅസ് എന്ന് പറയുക. യൗമുൽ ബഅസ്, പുനരുദ്ധാനത്തിന്റെ ദിവസം, പുനരുജ്ജീവനത്തിന്റെ ദിവസം എന്നൊക്കെ ഖുർആനിൽ ഈ ദിവസത്തെക്കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത് കാഹളത്തിൽ ഊതുന്നതോടുകൂടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസിൽ അത് വിവരിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമതായി കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം മരിച്ചു വീഴുന്നതാണ്. തുമ്മ യുർസിലുല്ലാഹ് ഔ യുൻസിലുല്ലാഹ്, പിന്നീട് അള്ളാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ് അല്ലെങ്കിൽ അയക്കുന്നതാണ്. മതറൻ കഅന്നഹു അത്തല്ലു, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിന്ന് ഒരു മഴ വർഷിപ്പിക്കുന്നതാണ്, ഒരു മഴ അയക്കുന്നതാണ്. കഅന്നഹു തല്ല്, കട്ടിയുള്ള, പശിമയുള്ള ഒരു ദ്രാവകമാണ് ആകാശത്ത് നിന്ന് അള്ളാഹു അയക്കുക. ഫതംബുതു മിൻഹു അജ്സാദുൻ നാസ്, പിന്നീട് അതിൽ നിന്നാണ് മനുഷ്യരുടെ ശരീരങ്ങൾ മുളപൊട്ടുകയും മനുഷ്യർ അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരികയും ചെയ്യുക. സുമ്മ യുൻഫഖു ഫീഹി ഉഖ്റാ, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം കാഹളത്തിൽ രണ്ടാമത് ഊതപ്പെട്ട് കഴിഞ്ഞാൽ, കാലത്തിൽ ഒന്നാമത് ഊതപ്പെട്ട് മനുഷ്യരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഭൂമിയുടെ മുകളിൽ ഒരു മഴ പെയ്ക്കും. പശിമയുള്ള, ഒട്ടിപ്പുള്ള ഒരു തരം മഴയായിരിക്കും അത് ഭൂമിയുടെ മുകളിൽ പരക്കും. പിന്നീട് രണ്ടാമതൊരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ
ഈ പശിമയുള്ള ദ്രാവകം അതിൽ നിന്നാണ് മനുഷ്യർ ثم تنبت منه فتنبت منه أجساد الناس ജനങ്ങളുടെ ശരീരങ്ങൾ അതിൽ നിന്നാണ് മുളപൊട്ടുക, അതിൽ നിന്നാണ് അവർ രൂപപ്പെടുക. ثم ينفخ فيه أخرى അതെപ്പോഴാണ്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം രണ്ടാമത് കാഹളത്തിൽ ഊതപ്പെടുന്നതോടുകൂടിയാണ്. فإذا هم قيام ينظرون ഈ രണ്ടാമത് കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അവരെല്ലാം ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുന്നതാണ്. അതോടുകൂടിയാണ് മനുഷ്യർ അവരുടെ പരലോക ജീവിതം ആരംഭിക്കുന്നത്. ഇനി അങ്ങോട്ട് പുനരുദ്ധാരണത്തിന് ശേഷം അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന സമയമാണ്. അപ്പൊ ഇതിൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കും. നമ്മൾ ഇന്നു ചെയ്ത അമലുകൾ, ആ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടാനായി എഴുന്നേറ്റ് നിൽക്കുന്നവരിൽ നാം ഓരോരുത്തരും ഉണ്ടായിരിക്കും. നമ്മുടെ ഖബറുകൾ നമ്മൾ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. തുമ്മ യുഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നീട് പറയപ്പെടും, യാ അയ്യുഹന്നാസ് ഹലുമ്മ ഇലാ റബ്ബിക്കും, പിന്നീട് വിളിച്ചു പറയപ്പെടും, യാ അയ്യുഹന്നാസ് ജനങ്ങളെ, ഹലുമ്മ ഇലാ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിലേക്ക് വന്നണയുക. അതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിശ്ചയിച്ച മഹ്ശറിലേക്ക് ജനങ്ങൾ നടന്നു പോകുന്നതാണ്. ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു പോകും. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ അവരതാ തങ്ങളുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ റബ്ബിന്റെ അടുക്കിലേക്ക് യാത്രയാകുന്നു. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. അള്ളാഹു പറയാണ്, അന്ന് ഖബറുകളിൽ നിന്ന് മനുഷ്യർ എഴുന്നേറ്റ് വന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ, കാഫിരീങ്ങളായ ആളുകൾ, തിന്മകൾ പ്രവർത്തിച്ച അതിക്രമങ്ങൾ ചെയ്തവർ, അവർ പറയും, യാ വൈലന ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ നമ്മുടെ ഈ ഉറക്കത്തിൽ നിന്ന് നമ്മെ ആരാണ് എഴുന്നേൽപ്പിച്ചത്? ഹാദാ മാ വഅദ റഹ്മാൻ റഹ്മാനായ റബ്ബ് അള്ളാഹു വാഗ്ദാനം നൽകിയ ദിവസമായിരുന്നു ഇത്. വസദഖൽ മുർസലൂൻ അള്ളാഹുവിന്റെ നബിമാർ അവർ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് അവർ അന്ന് പറയും. സഹോദരങ്ങളെ, പരലോകത്തിനു വേണ്ടി തയ്യാറെടുക്കാത്തൊരു മനുഷ്യന്റെ പരിഭ്രാന്തി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ ദിവസത്തിൽ അവൻ ഒരിക്കലും ധരിക്കാതിരുന്ന ഒരു കാര്യം, അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം, അവൻ ഒരിക്കലും തയ്യാറെടുക്കാതിരുന്ന ഒരു കാര്യത്തിലേക്കാണ് അവൻ ആ ദിവസത്തിൽ എഴുന്നേറ്റ് ചെല്ലുന്നത്. ആ ദിവസത്തിൽ അവനോടൊപ്പം ആരെങ്കിലും ഉണ്ടോ? അവനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവനൊരു കൂട്ടുകാരനുണ്ടോ? ഉറ്റമിത്രമുണ്ടോ? ഒരാളും ഉണ്ടാവുകയില്ല. അവൻ ഒറ്റയ്ക്കായിരിക്കും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. മനുഷ്യർ അന്ന് തന്റെ സഹോദരന്റെ അടുത്ത് നിന്ന്, മക്കളുടെ അടുത്ത് നിന്ന്, മാതാപിതാക്കളുടെ അടുത്ത് നിന്ന്, ഉമ്മയുടെ അടുത്ത് നിന്ന്, വാപ്പയുടെ അടുത്ത് നിന്ന് അവരോട് രക്ഷപ്പെടുന്നതാണ്, അകലേക്ക് പോകുന്നതാണ്. അന്ന് നിന്റെ അമലുകളല്ലാതെ നിന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ വിവരിച്ച കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മാ ബൈന നഫ്ഖതൈനി 40, രണ്ട് കാഹളമൂത്തുകൾക്കുമിടയിൽ 40 കാലഘട്ടമുണ്ട്. 40 ദിവസമാണോ, 40 വർഷമാണോ, 40 ആഴ്ചകളാണോ, 40 മാസങ്ങളാണോ? അവിടുന്ന് അത് പറഞ്ഞില്ല. 40 ഉണ്ട്. അസ്സലാം വറഹ്മത്തുള്ളാഹി. ثم ينزل من السماء ماء, പിന്നീട് ആകാശത്ത് നിന്ന് ഒരു മഴ പെയ്യും. فينبتون كما ينبت البقل, വിത്ത്, ധാന്യങ്ങൾ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തുന്നത് പോലെ മനുഷ്യർ അതിൽ നിന്ന് മുളച്ചു പൊന്തുന്നതാണ്. وليس في الإنسان شيء إلا بلي إلا عظم واحد, മനുഷ്യ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടായിരിക്കും, ദ്രവിച്ചു പോയിട്ടുണ്ടായിരിക്കും, ഒരു എല്ലൊഴികെ. വഹുവ അജ്ബു ദനബ്, അതാണ് മനുഷ്യന്റെ മുതുകിലുള്ള പിറകുഭാഗത്തുള്ള ഒരു ചെറിയ എല്ലിന്റെ ഭാഗമാണത്. അതുമാത്രം ദ്രവിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിൽ നിന്നാണ് മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഈ പറഞ്ഞതിൽ മനുഷ്യർ
അവരുടെ ശരീരങ്ങൾ ദ്രവിക്കുന്നതാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെടുന്ന ഒരു വിഭാഗം നബിമാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ. അല്ലാഹു സുബ്ഹാനഹു വതആല നബിമാരുടെ ശരീരങ്ങൾ ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇത് ഭൂമി ഭക്ഷിക്കുകയില്ല. ഭൂമി ഭക്ഷിക്കാത്ത ശരീരങ്ങളിൽപ്പെട്ടതാണ് നബിമാരുടെ ശരീരം. അവരുടെ ശരീരം ദ്രവിക്കുകയില്ല. അതുപോലെ തന്നെ വല്ലാഹു അലം, ശുഹദാക്കളായ ആളുകൾ, അവരിൽ ചിലർക്ക് ഈ മൻഖബ, ഈ പറഞ്ഞ ശ്രേഷ്ഠത നൽകപ്പെട്ടതായി ചില ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. മരിച്ചതിന് ശേഷം മനുഷ്യർ പുനരുജ്ജീവിപ്പിക്കപ്പെടും. നമ്മളെല്ലാവരും തിരിച്ചു വരും. ഇതിന് തെളിവ് എന്താണ്? എന്താ ഇതിന് തെളിവ്? ഇസ്ലാമിലെ അതിപ്രധാനമായ അടിത്തറയാണിത്. അതുകൊണ്ടാണ് ഖുർആനിൽ പലയിടത്തും നിങ്ങൾ നോക്കൂ, അള്ളാഹുള്ള വിശ്വാസത്തോടൊപ്പം രണ്ടാമത് പറഞ്ഞ കാര്യമാണിത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുക. ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ച കാര്യമാണത്. എന്താണ് മനുഷ്യർ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നതിനുള്ള തെളിവ് എന്താണ്? അതിനുള്ള തെളിവ് വിശുദ്ധ ഖുർആനിൽ പല രൂപത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. പല രൂപത്തിൽ അത് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായ രൂപങ്ങൾ, അല്ലെങ്കിൽ വളരെ ഖുർആനിൽ ആവർത്തിച്ചു വന്ന രൂപങ്ങൾ 3 എണ്ണമാണ്. മനുഷ്യർ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും എന്നതിന് 3 തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, പരലോകം നിഷേധിച്ച ആളുകൾ അവർ പറഞ്ഞു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരും? അതിന് മറുപടിയായി അള്ളാഹു പറഞ്ഞു, വയഖൂലുൽ ഇൻസാനു അഇദാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ. വയഖൂലുൽ ഇൻസാൻ, മനുഷ്യർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ചങ്ങാതി, ഒരു മനുഷ്യൻ, ഒരു കാഫിറായ ഒരാൾ, അവൻ പൊടിച്ചു കളഞ്ഞ കുറച്ച് എല്ലുകൾ കയ്യിലെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് അത് വായുവിൽ പറത്തിയതിനു ശേഷം പറഞ്ഞു, ഇത് അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുമെന്നാണോ പറയുന്നത്? ചിലർ പറഞ്ഞു ഈ ആയത്ത് അതിന് മറുപടിയായി ഇറങ്ങിയതാണ്. യഖൂലുൽ ഇൻസാൻ വയഖൂലുൽ ഇൻസാനു അഇദാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ. മനുഷ്യർ പറയുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവനോടുകൂടി തിരിച്ചു കൊണ്ടുവരപ്പെടുമെന്ന്. അള്ളാഹു അതിന് മറുപടിയായി പറഞ്ഞു, അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈഅ. അവലാ യദ്കുറുൽ ഇൻസാൻ, മനുഷ്യർ ചിന്തിക്കുന്നില്ലേ? അന്നാ ഖലഖനാഹു, നാം അവനെ പടച്ചിരിക്കുന്നത്, ആദ്യം പടച്ചത് എങ്ങനെയാണ്? അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈഅ. അവൻ ഒന്നുമേ ആകാതിരുന്ന ഒരു കാലത്ത്, ശൂന്യതയുണ്ടായിരുന്ന ഒന്നിൽ നിന്ന്, യാതൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹു അവനെ പടച്ചില്ലേ? എന്നിരിക്കെ പൊടിഞ്ഞുപോയ എല്ലുണ്ടായിരിക്കുക, അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുക എന്നത് എങ്ങനെയാണ് അസാധ്യമാവുക? ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യർക്കൊരു കാലഘട്ടം വന്നിട്ടില്ലേ, ഒന്നുമാകാതിരുന്നൊരു കാലം, ഒന്നും ആയിരുന്നില്ല. ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയാവുന്ന ഒന്നുമായിരുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ 34 വയസ്സായിട്ടുണ്ടെങ്കിൽ 35 കൊല്ലങ്ങൾക്ക് മുൻപ് ഈ പറയുന്നൊരു വ്യക്തിയില്ല. ആ വ്യക്തി ഇല്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരാളെക്കുറിച്ച് ഒരാളുടെ മനസ്സിലും ഒരു ചിന്ത പോലുമില്ല. ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലുമില്ല. പരിപൂർണ ശൂന്യതയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പഠിച്ചില്ലേ? ഘട്ടം ഘട്ടമായി എത്ര അത്ഭുതകരമായി അള്ളാഹു മനുഷ്യരെ പഠിച്ചിരിക്കുന്നു. അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ അവൻ എത്തിയതു മുതൽ എന്തെല്ലാം വ്യത്യാസങ്ങളോടെ അവൻ കടന്നു വന്നു. എത്ര അത്ഭുതമുണ്ട്. കൈയും കാലും ഹൃദയവും കേൾവിയും കാഴ്ചയുമുള്ള ഒരു മനുഷ്യനെ അള്ളാഹു രൂപപ്പെടുത്തിയില്ലേ? അവലാ യദ്കുറുൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ ഖബ്ൽ വലം യകു ശൈഅ. ഒന്നുമല്ലാതിരുന്നതിൽ നിന്ന് നാം അവനെ പഠിച്ചില്ലേ? എങ്കിൽ നാം അവനെ തിരിച്ചു കൊണ്ടുവരും. അള്ളാഹുവിന്റെ വാക്കാണ്. സഹോദര, മരിച്ചതിന് ശേഷം ജീവിതമുണ്ട്. നീ അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും, ഉറപ്പാണ്. ഒരു തെളിവ് അതാണ്. മനുഷ്യരെ ശൂന്യതയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കുക എന്നത് അസാധ്യമല്ല. അള്ളാഹുവിന് ആവർത്തിക്കുക എന്നത് ആദ്യം കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ന് പോലും പറയാൻ പറ്റുകയില്ല. രണ്ടും അവന് ഒരുപോലെയാണ്.
ഒന്ന് മറ്റൊന്നിനേക്കാൾ എളുപ്പമോ ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രയാസകരമോ അല്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവനൊരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടാകും. ഒരു തെളിവ് അതാണ്. നിന്നെ അള്ളാഹു ഒന്നുമില്ലായ്മയിൽ നിന്ന് പടച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. രണ്ടാമത്തെ തെളിവ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുർബലനായ, ഒന്നിനും ശേഷിയില്ലാത്ത, വളരെ ശക്തി കുറഞ്ഞ ഈ മനുഷ്യനെ അള്ളാഹു പടച്ചിരിക്കുന്നു. അവന് അള്ളാഹു ഈ ചുറ്റുപാടുകളിൽ കാണാൻ വേണ്ടി അതിഭീകരമായ, അതീവ വലുപ്പമുള്ള എന്തെല്ലാമാണ് അള്ളാഹു പടച്ചു വച്ചിരിക്കുന്നത്. ഈ കാണുന്ന ആകാശങ്ങളെ പടച്ചവൻ, സൂര്യനെ പടച്ചവൻ, നക്ഷത്രങ്ങളെ വിധാനിച്ചവൻ, നക്ഷത്രങ്ങളെ വിതറിയവൻ, ആകാശത്തെ ഈ രൂപത്തിൽ ഉയരത്തിലേക്ക് നിശ്ചയിച്ചവൻ, ഭൂമിയെ ഈ രൂപത്തിൽ സംവിധാനിച്ചവൻ, വൃക്ഷങ്ങളെയും മൃഗങ്ങളെയും വിധാനിച്ചവൻ, ഇക്കാണുന്ന ജീവികളെയെല്ലാം പടച്ചവൻ, അവന് നിന്നെ പടക്കുക എന്നത് എന്താണെന്നാണ് നീ വിചാരിക്കുന്നത്? ഒരിക്കൽ കൂടി ആവർത്തിക്കുക എന്നുള്ളത്. ഖുർആനിൽ അള്ളാഹു ഈ പറഞ്ഞ തെളിവ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ. അള്ളാഹു പറയണം, അവലം യറൗ, അവർ കാണുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച റബ്ബ്, വലം യഅയ ബിഖൽഖിഹിന്ന, ഇവയെ പടച്ചതുകൊണ്ട് അവന് യാതൊരു ക്ഷീണവും ബാധിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, ആകാശ ഭൂമിയിൽ ഇത്രയും വലിയ സൃഷ്ടിപ്പ് അല്ലാഹു പടച്ചു. ശരി, ഇത് പടച്ചതിന് ശേഷം, ഈ ആകാശങ്ങളും ഭൂമിയും രൂപപ്പെട്ടതിന് ശേഷം അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന ഉപജീവനത്തിൽ കുറവുണ്ടായോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ, അല്ലാഹു യദുല്ലാഹി മൽഅ ലാ തഗീദുഹാ നഫഖ, അള്ളാഹുവിന്റെ കരങ്ങൾ നിറഞ്ഞതാണ്. ലാ തഗീദുഹാ നഫഖ, എത്രയെല്ലാം നൽകിയാലും അത് കുറയുകയില്ല. എന്നിട്ട് അവിടുന്ന് പറയാം, നിങ്ങൾ കാണുന്നില്ല, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചതു മുതൽ എത്രയാണ് അവൻ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. സഹാ അല്ലൈലി വന്നഹാർ, രാവും പകലും എന്ന വ്യത്യാസമില്ലാതെ ഉപജീവനം എത്രയാണ് ഇറങ്ങുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു ക്ഷീണമുണ്ടായോ? ഇല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹുവിന് ഉറക്കം ബാധിക്കുകയില്ല, മയക്കമുണ്ടാവുകയില്ല. ഇതെല്ലാം പടച്ചതിന് ശേഷവും അവൻ ക്ഷീണിച്ചിട്ടില്ല. അങ്ങനെയുള്ള റബ്ബ് അലാ യുഹ്യിയ അൽ മൗത, അവന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ബല ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നാൽ അള്ളാഹു പറയാം, ബല ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാ കാര്യത്തിനും അള്ളാഹു കഴിവുള്ളവനാണ്. സൂറത്തുൻ നാസിആത്തിൽ അള്ളാഹു പറഞ്ഞു, മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, സൂറത്തുൻ നാസിആത്തിൽ ഇതിന് സമാനമായ ആയത്തുണ്ട്. മൂന്നാമത്തെ തെളിവ്, മനുഷ്യർ ഭൂമിയിൽ കാണുന്ന ചെടികളുടെ വളർച്ചയാണ്. ഖുർആൻ പലയിടത്തും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. പലയിടത്തും അള്ളാഹു പുനരുദ്ധാനത്തിന്റെ തെളിവായി ഇത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു പറയുന്നു, വല്ലാഹു അല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത് ഫഅഹ്യയ്നാ ബിഹിൽ അർദ ബഅദ മൗതിഹാ കദാലിക നുശൂർ. അള്ളാഹു പറയുന്നു, അവനാകുന്നു കാറ്റിനെ അയച്ചത്. ഫതുസീറു സഹാബൻ, അത് മേഘങ്ങളെ ഇളക്കിവിടുന്നു. ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്, അങ്ങനെ നിർജീവമായി കിടക്കുന്ന ഒരു നാട്ടിലേക്ക് ആ മേഘങ്ങൾ വന്നെത്തുന്നു. അവിടേക്ക് നാം അതിനെ കൊണ്ടുചെല്ലുന്നു. ഫഅഹ്യയ്നാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, ചത്തുകിടന്ന, നിർജീവമായി കിടന്ന ആ ഭൂമിയെ ആ മഴ കൊണ്ട് നാം ജീവിപ്പിക്കുന്നു. നിങ്ങൾ ഈ
മരുഭൂമികളുടെ മരുഭൂമികളെ കുറിച്ച് അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ. പല മരുഭൂമികളിലും പലപ്പോഴും 12-15 വർഷങ്ങൾ, ചിലപ്പോൾ അതിൽ കൂടുതൽ വർഷങ്ങൾ മഴയില്ലാതെ വരൾച്ച ബാധിച്ച് യാതൊരു ചെടിയുമില്ലാതെ, എന്തെങ്കിലും ഒരു പച്ചപ്പ് കാണാതെ ഭൂമി 10-30 വർഷങ്ങൾ നീണ്ടുപോകുന്നത് കാണാം. അള്ളാഹു മഴ പെയ്പ്പിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ആ വരണ്ട് കിടക്കുന്ന മണ്ണിൽ എങ്ങനെയാണ് പച്ചപ്പുള്ള ഒരു വിത്തിന് ഇനി ബാക്കി നിൽക്കാൻ സാധിക്കാൻ? ഒരു പച്ചപ്പിനി അവിടെ എങ്ങനെ ബാക്കിയാവും? ജീവനുള്ള എന്തെങ്കിലും ഒന്നിന് അവിടെ ബാക്കി നിൽക്കാൻ സാധിക്കും? അള്ളാഹ് മഴ പെയ്പ്പിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് പച്ചപ്പ് മുളച്ചു പൊന്തുന്നത്. നിങ്ങളുടെ ഈ റോഡിന്റെ വശങ്ങൾ വരെ നമ്മൾ കാണുന്നില്ല, അത് വരണ്ടുണങ്ങി. ഇനി അവിടെ ഒരു ചെടി, ഒരു വിത്ത് ബാക്കി ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അള്ളാഹ് മഴ പെയ്പ്പിച്ചാൽ അവിടെ ചെടികൾ മുളച്ചു പൊന്തുന്നു. ഇത് ഖുർആനിൽ പലയിടത്തും അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർ തിരിച്ചു വരും, അവരുടെ സൃഷ്ടിപ്പ് വീണ്ടും ആവർത്തിക്കപ്പെടും എന്നതിന് തെളിവായി അള്ളാഹു പറഞ്ഞ കാര്യമാണ്. മനുഷ്യർ പുനരുജ്ജീവനം സംഭവിച്ചു കഴിഞ്ഞാൽ, അവർ ഭൂമിയിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ആ ദിവസം കഠിനമായ ദിവസമാണ്, ഗുരുതരമായ ദിവസമാണ്. അതോടുകൂടി അന്ത്യനാളിന്റെ കാഴ്ചകൾ ആരംഭിക്കാൻ തുടങ്ങി. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അദീം. ജനങ്ങളെ, അന്ത്യനാളിന്റെ പ്രകമ്പനം അതിഭീകരമാണ്. ആ ദിവസത്തെ ഭയാനകതയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. സഹാബികൾ ചിലർ പറഞ്ഞു, ആർക്കെങ്കിലും അന്ത്യനാൾ കണ്ണിൽ കാണുന്നത് പോലെ കാണണമെങ്കിൽ സൂറത്തു അൽ ഇൻഷിഖാഖ്, സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തു തക്വീർ, ഈ സൂറത്തുകൾ വായിക്കട്ടെ. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, കാഹളത്തിൽ ഊതപ്പെട്ട് മനുഷ്യർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു, ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിൽ തറവാടുകളോ കുടുംബ ബന്ധങ്ങളോ ഉണ്ടാവുകയില്ല. വലാഹും യതസാഅലൂൻ, അവർ പരസ്പരം ചോദിക്കുന്നതല്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ മുഴുകുന്ന ദിവസമായിരിക്കും അത്. അള്ളാഹു പറയാണ്, വലാ യുസ്അലു ഹമീമുൻ വലാ യസ്അലു ഹമീമുൻ ഹമീമ. ഒരു ഉറ്റമിത്രവും തന്റെ അടുത്ത കൂട്ടുകാരനെ കുറിച്ച് അന്ന് ചോദിക്കുകയില്ല. യുബസ്സറൂനഹും, അവരെല്ലാം ഒരേ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാവുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഒരാളും മറ്റൊരാളെ കുറിച്ച് അന്ന് ചോദിക്കുകയില്ല. അന്ന് നീ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മുടെ സഹോദര, പരലോകത്തിന്റെ കാര്യം മറക്കാതിരിക്കുക. നമ്മുടെ കൂട്ടുകാരോ ഉറ്റമിത്രങ്ങളോ അവിടെ നമ്മളെ സഹായിക്കില്ല. നമ്മുടെ അമലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിൽ അല്ലാഹു പറഞ്ഞു, വഅൻദിർഹും യൗമൽ ആസിഫതി ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ മാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ. അവർക്ക് അടുത്തു തന്നെ സംഭവിക്കാനിരിക്കുന്ന അന്ത്യനാളിനെ കുറിച്ച് താക്കീത് നൽകുക. ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ, ഹൃദയങ്ങൾ അവരുടെ തൊണ്ടക്കുഴിയിലായിരിക്കും. അത് താഴത്തോട്ട് ഇറങ്ങിപ്പോയി അവർക്ക് ജീവൻ സുഖകരമായ രൂപത്തിൽ ജീവിതം ഉണ്ടാവില്ല, താഴത്തേക്ക് ഇറങ്ങിപ്പോവില്ല. എന്നാൽ ഇതൊന്ന് പുറത്തേക്ക് പോയിട്ട് മരിച്ചു പോകാനും സാധിക്കില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയമാണത്. മാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ. അതിക്രമികൾക്ക് അന്നേ ദിവസം ഒരു ഉറ്റമിത്രവും ഉണ്ടാവുകയില്ല, ഒരു ശുപാർശകനും ഉണ്ടാവുകയില്ല. നീ സഹോദര ആ ദിവസം ശരിക്കും ചിന്തിക്കുക മനസ്സിൽ. ഹജ്ജ് കാണുന്നില്ലേ? ഹജ്ജ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മനുഷ്യർ വന്നെത്തുന്ന ദിവസം. ഹജ്ജിൽ ആകെ ലോകത്തുള്ള മനുഷ്യരിൽ എത്ര ശതമാനം ആളുകൾ അവിടെ വന്നെത്തുന്നത്? പക്ഷെ എത്ര വലുതാണ്, എത്ര വിശാലമാണ് മനുഷ്യരുടെ ആ ഒരുമിച്ചു ചേരൽ. അന്ത്യനാളുടെ അവസ്ഥ എന്തായിരിക്കും? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യർ വരെ സർവരും അവിടെ ഉണ്ടായിരിക്കും.
നീ ഇന്ന് വരെ കണ്ടവരും കാണാത്തവരുമായി എല്ലാവരും ഉണ്ടായിരിക്കും. അതിനൊക്കെ പുറമെ നരകം നിനക്ക് മുന്നിൽ ഉണ്ടായിരിക്കും. സ്വർഗം മുത്തഖീങ്ങൾക്ക് അടുത്തേക്ക് കൊണ്ടുവരപ്പെടും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ മുൻപിൽ ചെന്നു നിൽക്കുമ്പോൾ എന്താണ് നിന്റെ കയ്യിൽ നീ ഒരുക്കി വെച്ചിട്ടുള്ളത്? നന്നായി ചിന്തിക്കുക. ഈ ദിവസം നിനക്ക് ചിരി പിടിച്ചു വെക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു തമാശ കേട്ടോ, നീ പരലോകത്തിന്റെ മഹ്ശർ ആലോചിച്ചാൽ മതി നിന്റെ ചിരി നിർത്തിവെക്കാൻ. ആ ദിവസത്തെക്കുറിച്ചുള്ള ചിന്ത, ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ വരെ മനുഷ്യന്റെ എല്ലാ തമാശയും ഇല്ലാതെയാക്കി കളയാൻ മതിയായതാണ്. ആർക്കു മുന്നിലാണ് നീ നിൽക്കാൻ പോകുന്നത്? അള്ളാഹുവിന്റെ മുന്നിലാണ്. യൗമ തുബ്ല സറായിർ, യൗമ തുബ്ല സറായിർ. മനുഷ്യന്റെ രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസമാണ്. അന്ന് അള്ളാഹു നിന്നെ മറച്ചു വെച്ചിട്ടില്ലെങ്കിൽ, നിന്റെ തിന്മകൾ രഹസ്യമാക്കി തന്നിട്ടില്ലെങ്കിൽ, നിനക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, സൃഷ്ടികൾക്ക് മുൻപിൽ, സർവ്വ മനുഷ്യർക്കും മുൻപിൽ, നിന്നെ അറിയുന്ന എല്ലാവർക്കും മുന്നിൽ അള്ളാഹു നിന്നെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ ആരാണ് നിന്നെ രക്ഷപ്പെടുത്താനുള്ളത്? അന്ന് നിന്റെ കയ്യിൽ നൽകപ്പെടുന്ന ഗ്രന്ഥം ഇടത് കൈയിലാണെങ്കിൽ ആരാണ് നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളത്? അന്ന് നിന്റെ കയ്യിലുള്ള അമലുകൾ മുഴുവൻ അതിക്രമങ്ങളും അനീതികളുമാണെങ്കിൽ, വൃത്തികേടുകളാണെങ്കിൽ ആരാണ് നിനക്കത് മാറ്റിത്തരാനുള്ളത്? ഇന്ന് ഇസ്തിഗ്ഫാർ തേടുക, ഇന്ന് തൗബ ചെയ്യുക. നാളെ ഒരു ദിവസം അതിനുവേണ്ടി കാത്തുവെക്കരുത്. അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. സഹോദരങ്ങളെ, ഈ പറയുന്നതിന്റെ ഒക്കെ ഉദ്ദേശം അതാണ്. എന്തിനാ പരലോകം പഠിക്കുന്നത്? എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നത്? ഇതിനു വേണ്ടിയാണ്. അള്ളാഹ് പറഞ്ഞു നോക്കൂ, അൻസിർഹും യൗമൽ ആസിഫ. അവർക്ക് താക്കീത് നൽകുക. എന്തിനു വേണ്ടിയാണ് ഈ താക്കീത്? തയ്യാറെടുക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് യാതൊരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. നമ്മളിത് കേൾക്കുന്ന ഉപകാരമല്ല ചെയ്യുന്നത്. ലോകത്തേക്ക് തയ്യാറെടുക്കുക, നന്നാവാൻ വേണ്ടി, ശരിയാക്കാൻ വേണ്ടി. അള്ളാഹു പറയാൻ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ ഇന്നമാ നുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ മുഹ്തിഈന മുഖ്നിഇ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ. അള്ളാഹു പറയാൻ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അതിക്രമികൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് വിചാരിക്കരുത്. ഫലസ്തീനിൽ, മറ്റു പല നാടുകളിൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണുമ്പോൾ ആശ്വാസം നൽകുന്ന ആയത്താണ് വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അള്ളാഹു ഇതിനെക്കുറിച്ച് അശ്രദ്ധനാണെന്ന് വിചാരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തറച്ചു നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തേക്കാണ് അള്ളാഹു ഇത് വൈകിപ്പിക്കുന്നത്. മുഹ്തിഈന മുഖ്നിഇ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും. ആ ദിവസം അവർ തലതാഴ്ത്തിയ നിലയിലായിരിക്കും. അവരുടെ കണ്ണ് അവരിലേക്ക് തിരിച്ചു വരികയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു കണ്ണ് അടക്കാൻ പറ്റില്ല, അത് കാഴ്ചയുടെ ഭീകരത കാരണത്താൽ. വഅഫ്ഇദതുഹും ഹവാ. അവരുടെ ഹൃദയങ്ങൾ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കും. ഭീതി നിറഞ്ഞിട്ട്, പേടി നിറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുദ്ന ശംസു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ, മഹ്ശറിൽ മനുഷ്യർ വന്നെത്തിക്കഴിഞ്ഞാൽ സൂര്യൻ അടുത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ. അങ്ങനെ അത് മനുഷ്യരിൽ നിന്ന് ഒരു മീൽ ദൂരത്തിൽ നിൽക്കുന്നതാണ്. ഹദീസിന്റെ റാവി പറയാൻ, കണ്ണിൽ എഴുതാൻ ഉപയോഗിക്കുന്ന സുറുമക്കോലുണ്ട്, അതിന് മീൽ എന്ന് പറയും. അതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്? അതല്ല ആളുകളുടെ ദൂരം പറയുന്ന മൈലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്നെനിക്കറിയില്ല. രണ്ടിലൊന്ന്. ഫയകൂനു الناس على قدر اعمالهم في العرق. അങ്ങനെ ജനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിയ നിലയിലായിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈ. ചില ആളുകളുടെ മടമ്പ് വരെ വിയർപ്പിലായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈ. ചിലരുടെ മുട്ടുവരെ വിയർപ്പിലായിരിക്കും.
ومنهم من يكون إلى حقويه ومنهم من يلجمه العرق إلجاما. മറ്റു ചിലരുടെ തൊണ്ട വരെയായിരിക്കും, മറ്റു ചിലരുടേത് അവരുടെ വിയർപ്പ് അവരെ മുങ്ങിയിരിക്കും, അവരെ മുക്കിയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. അവനവന്റെ അമലുകൾ ഇതിൽ ഇങ്ങനെയുള്ള ഹദീസുകളിലെല്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞതുപോലെ ഇത്തരം ഹദീസുകളിൽ നീ സ്വയം പരിശോധിച്ചാൽ ഏറെക്കുറെ നിന്റെ വിയർപ്പ് എവിടെ വരെയുണ്ട് എന്ന് നിനക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിന്റെ കാര്യം വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയായതാണ്. നിന്റെ രഹസ്യം എന്താണ്? നിന്റെ അമൽ എന്താണ്? നിന്റെ മനസ്സെത്ര ശുദ്ധിയുള്ളതാണ്? നിന്റെ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലുള്ളതാണ്? നിസ്കാരത്തോട് നീ എങ്ങനെയാണ്? തൗഹീദിനോട് നീ എങ്ങനെയാണ്? ദീനിനോട് നീ എങ്ങനെയാണ്? അള്ളാഹുമായുള്ള നിന്റെ ബന്ധം എന്താണ്? ഖുർആനിനോട് നിന്റെ അടുപ്പം എന്താണ്? ഇത് പരിശോധിച്ച് നിനക്ക് തന്നെ ഉത്തരം കിട്ടാവുന്ന കാര്യങ്ങളാണ്. ഇതിനുശേഷം പിന്നീട് അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം ഹഷറാണ്. മഹ്ഷറിലേക്ക് മനുഷ്യരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു മൈതാനിയിലേക്ക് അവരെല്ലാം വന്നെത്തുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർദ ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ. അല്ലാഹു പറയുന്നു, വയൗമ നുസയ്യിറുൽ ജിബാൽ, നാം പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കുന്ന ദിവസം. എന്നാൽ പർവ്വതങ്ങൾ മുകളിലേക്ക് എടുത്തെറിയപ്പെടും, എന്നിട്ട് അത് ഭൂമിയിൽ വന്ന് വീഴുകയും പൊടിയാവുകയും അവസാനം ഭൂമി അതിൽ ഉയരമുള്ള ഒരു സ്ഥലവും കാണാത്ത അവസ്ഥയുണ്ടാവും. ഉയരവും ഉണ്ടാവില്ല, താഴ്ചയുണ്ടാവില്ല, നിരപ്പാവും. വതറൽ അർദ ബാരിസതൻ, ഭൂമി നിനക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. വഹശർനാഹും, അവരെ എല്ലാം നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദ, അവരിൽ ഒരാളെയും നാം വെറുതെ വിടുകയില്ല. ഒരാളെയും വെറുതെ വിടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി അലാ അർദിൻ ബൈദാ അഫ്റാ. അന്ത്യനാളിൽ മനുഷ്യരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ഒരുമിച്ച് കൂട്ടുന്നത്, ഹഷർ നടക്കുന്നത് ഭൂമിക്ക് മുകളിലായിരിക്കും. അന്ന് ഭൂമിയുടെ അവസ്ഥ എങ്ങനെയാണ്? അലാ അർദിൻ ബൈദാ, വെളുത്ത നിറത്തിലായിരിക്കും. അഫ്റാ, ചിലർ പറഞ്ഞു ചുവപ്പിനോട് അടുത്ത വെളുപ്പായിരിക്കും. ചിലർ പറഞ്ഞു മാവിന്റെ നിറത്തിലായിരിക്കും. കഖുർസതി നഖി, ശുദ്ധമായ മാവ് കുഴച്ചു വെച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും അതുപോലെയായിരിക്കും ഭൂമി ഉണ്ടാവുക. ആ അവസ്ഥയിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അവിടുന്ന് പറഞ്ഞു, യജ്മഉല്ലാഹു നാസ അൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ എല്ലാം ആദ്യകാലക്കാരെ മുതൽ അവസാന കാലക്കാരെ വരെ ഒരു മൈതാനിയിൽ, ഭൂമിയിലെ ഒരു വലിയ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. യുസ്മിഉഹുമുദ്ദാഇ വയൻഫുദുഹുമുൽ ബസർ. അതിലേതെങ്കിലും ഒരാൾ ഒന്ന് ശബ്ദമുയർത്തിയാൽ അത് എല്ലാവരും കേൾക്കും. വയൻഫുദുഹുമുൽ ബസർ, അതിൽ ഒരാൾ എവിടെ നിന്ന് നോക്കിയാലും അതിന്റെ അറ്റം എവിടെയാണെങ്കിലും അത് കാണും. എല്ലാവർക്കും പരസ്പരം കാണാൻ കഴിയുന്ന, ഒരാൾ ശബ്ദമുയർത്തിയാൽ എല്ലായിടത്തും കേൾക്കുന്ന രൂപത്തിലായിരിക്കും അന്ന് ഉണ്ടാവുക. വതദ്നു ഷംസ്, സൂര്യൻ അടുത്തേക്ക് കൊണ്ടുവരപ്പെടും. ഫയബ്ലുഗു الناس من الغم والكرب ما لا يطيقون ولا يحتملون. സൂര്യൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യർക്കന്ന് സഹിക്കാൻ കഴിയാത്ത പ്രയാസവും കാഠിന്യവും അവരെ ബാധിക്കുന്നതാണ്. മഹ്ശറിന്റെ സ്ഥലം എവിടെയാണ്? അത് ഈ ഭൂമിയിൽ തന്നെയാണോ മറ്റേതെങ്കിലും ഭൂമിയിലാണോ? പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഈ ഭൂമിയാണ്, പക്ഷെ അതിന്റെ രൂപം മാറ്റുന്നതാണ്. പർവ്വതങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല, നിരപ്പായ അവസ്ഥയിലായിരിക്കും. ചില ഹദീസുകളിൽ കാണാം മാവ് പരത്തുന്നത് പോലെ ഭൂമി പരത്തുന്നതാണ്. അതിനു മുകളിലാണ് മനുഷ്യർ ഉണ്ടായിരിക്കുക എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആദ്യമായി മഹ്ശറിലേക്ക് വന്നെത്തുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് പറഞ്ഞു, അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. വഅവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബ്ർ, ഖബ്ർ ആദ്യമായി തുറക്കപ്പെടുന്നത് എനിക്ക് വേണ്ടിയാണ്. വഅവ്വലു ഷാഫിഇൻ വഅവ്വലു മുശഫഅ,
ആദ്യം ഷഫാഅത്ത് പറയുന്നത് ഞാനാണ്, ആദ്യമായി ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നത് എന്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ നൽകപ്പെടുന്ന പ്രത്യേകതകളാണിത്. അവിടുന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലീ ഖംസതു അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദുൻ വ അഹ്മദ്, ഞാൻ മുഹമ്മദാണ്, അഹ്മദാണ്. വ അനൽ മാഹി അല്ലദി യംഹുല്ലാഹു ബിൽ കുഫർ, എനിക്ക് മാഹി എന്ന പേരുണ്ട്, കുഫർ അല്ലാഹു എന്നെ കൊണ്ട് തുടച്ചു നീക്കുന്നതാണ്. വ അനൽ ഹാഷിർ, അല്ല മഹ്ശറിൽ, വ അനൽ ഹാഷിർ, ഞാനാണ് ഹാഷിർ, അല്ലദി യുഹ്ശറു നാസു അലാ ഖദമി, എന്റെ പിറകിലായിട്ടായിരിക്കും മനുഷ്യരെല്ലാം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. മനുഷ്യർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വലൽ ഖലായിഖി യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം, ഇബ്രാഹിമിനെയാണ് അള്ളാഹു ആദ്യമായി വസ്ത്രം ധരിപ്പിക്കുക എന്ന് ഹദീസിൽ കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അദ്ദേഹമാണ് ആദ്യമായി ഖിതാൻ, ചേലാകർമ്മം ചെയ്തത്, അതിനുള്ള ആദരവായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാളിൽ മഹ്ശറിൽ ഏറ്റവും സ്ഥാനമുള്ള ഉമ്മത്ത് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മറ്റാണ്. അവരുടെ ശ്രേഷ്ഠത മഹ്ശറിൽ മനുഷ്യരെല്ലാം എല്ലാ കാലഘട്ടത്തിലെയും ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസത്തിൽ ഈ ഉമ്മത്തിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ശ്രേഷ്ഠത പല രൂപത്തിൽ വെളിവാകുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മറ്റാണ് ഏറ്റവും അധികം ഉണ്ടാവുക. മനുഷ്യരിൽ മുഅ്മിനീങ്ങളായ ഏറ്റവും അധികം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലാണ് ഉണ്ടാവുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും അധികം അനുയായികൾ ഉണ്ടായിരിക്കുക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. മറ്റൊരു കാര്യം, മഹ്ശറിൽ മുസ്ലിമീങ്ങൾ അവർക്ക് മാത്രം അവരെ പ്രത്യേകം തിരിച്ചറിയാൻ ഒരു അടയാളം ഉണ്ടായിരിക്കും. ഈ ഉമ്മത്തിൽപ്പെട്ടവരെ തിരിച്ചറിയുന്ന ഒരു അടയാളം ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീൻ മിൻ ആഥാരിൽ വുദൂ, വുദൂഇന്റെ അടയാളം കാരണത്താൽ ഗുർറൻ മുഹജ്ജലീൻ, വുദൂ ചെയ്ത സ്ഥലങ്ങളിൽ പ്രകാശമുള്ള രൂപത്തിലായിരിക്കും എൻ്റെ ഉമ്മത്ത് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, വുദൂ എല്ലാ ഉമ്മത്തിലുമുണ്ട്, പക്ഷേ വുദൂഇന്റെ അടയാളമായി ഈ പറഞ്ഞ രൂപത്തിൽ മുഖങ്ങളും കൈകളും ഒക്കെ വുദൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്ന രൂപത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മറ്റാണ്. ഒരാൾ അയാളുടെ ഈ അടയാളം അധികരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വുദൂ അധികരിപ്പിക്കുക, എപ്പോഴും വുദൂഇലായിരിക്കുക, അതുപോലെ വുദൂ അധികരിപ്പിക്കുക, വുദൂ പൂർണ്ണമായി ചെയ്യുക, വുദൂഇന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കാതിരിക്കുക. മഹ്ശറിൽ വന്നെത്തിക്കഴിഞ്ഞാൽ മനുഷ്യർ പല തട്ടുകളിലാണ് ഉണ്ടായിരിക്കുക. മനുഷ്യർ മരിക്കുന്നത് മുതൽ അല്ലെങ്കിൽ ജീവിക്കുന്ന കാലം മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ, അതിനുള്ള പരിഹാരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു വസബുൻ വലാ നസബുൻ വലാ ഹമ്മുൻ വലാ ഹസനുൻ ഹത്ത ശൗക യുശാഖുഹ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവന് ഒരു തളർച്ചയുണ്ടായാൽ, ഒരു ക്ഷീണം ബാധിച്ചാൽ, ഒരു ദുഃഖമുണ്ടായാൽ, ഒരു ഭീതി ഉണ്ടായാൽ, എന്തിന് അവന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ദുനിയാവിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ അത് അള്ളാഹു പാപങ്ങൾ പൊറുക്കാനുള്ള വഴിയായി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ഖബർ ജീവിതത്തിൽ സംഭവിക്കുന്ന ശിക്ഷകൾ പരലോകത്തേക്കുള്ള ശിക്ഷ ഒഴിവാക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. എൻ്റെ അർത്ഥം ഖബറിലെ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കണം എന്നല്ല, പക്ഷെ മനുഷ്യന് സംഭവിക്കുന്ന തെറ്റുകൾക്ക് അള്ളാഹു ചിലത് ഖിയാമത്ത് നാളിന് മുൻപ് തന്നെ പുറത്തു കൊടുക്കുക. അതിൽ ചിലത് മഹ്ശറിൽ സംഭവിക്കുന്നതാണ്. അന്ത്യനാളിൽ മഹ്ശറിൽ മനുഷ്യർ വന്നെത്തുമ്പോൾ അന്ന് ഏറ്റവും ആദരിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുക നബിമാർക്കാണ്. നബിമാരാണ് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. അവരിൽ തന്നെയും ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം,
ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന്. അതിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് മഹ്ശറിൽ ഏറ്റവും ആദരവ് നൽകപ്പെടുക. ഇൻഷാ അല്ലാഹ് ശഫാഅത്തിന്റെ ഹദീസുകളിൽ അത് വ്യക്തമാകുന്നതാണ്. എങ്ങനെയാണ് മനുഷ്യർ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹ്ശറൂന ഹുഫാതൻ ഉറാതൻ ഗുർല. നിങ്ങൾ അന്ത്യനാളിൽ വന്നെത്തുക ഉറാതൻ, വസ്ത്രമില്ലാത്ത അവസ്ഥയിലായിരിക്കും, നഗ്നരായിക്കൊണ്ടായിരിക്കും. ഹുഫാതൻ, കാലുകളിൽ ചെരുപ്പില്ലാത്ത അവസ്ഥയിലായിരിക്കും, നഗ്നപാതരായിരിക്കും. ഗുർലൻ, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിലായിരിക്കും. ഈ ഹദീസ് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, الرجال والنساء ينظر بعضهم إلى بعض. നബിയെ, പുരുഷന്മാരും സ്ത്രീകളുമൊക്കെയുള്ള മഹ്ശറിൽ ينظر بعضهم إلى بعض, അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ? ഹദീസിൽ ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ ചില പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ആ കാലഘട്ടത്തുള്ള മുസ്ലിമീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവർക്കുണ്ടായിരുന്ന ലജ്ജ ആ ഹദീസിൽ പ്രകടമാണ്. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ വിവസ്ത്രരായിരിക്കുമെന്ന് കേട്ടപ്പോൾ ആയിഷയുടെ ചോദ്യം റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂൽ ഔറത്ത് വെളിവായി കഴിഞ്ഞാൽ ആളുകൾ നോക്കുകയില്ലേ എന്നതാണ്. അവരുടെ ലജ്ജയാണ് അത് കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാക്. ഈ പറഞ്ഞ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ, ഔറത്ത് നോക്കുക എന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര ഗുരുതരമായ അവസ്ഥയിലായിരിക്കും മനുഷ്യർ അന്നുണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. മനുഷ്യന് തൊട്ടു മുന്നിൽ എത്ര വലിയ സുന്ദരികൾ വന്നു നിന്നാലും അവൻ അത് ചിന്തിക്കുന്നു പോലുമില്ല. ആ അവസ്ഥയിലായിരിക്കും മഹ്ശറിൽ അവർ എത്തിപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ ജനങ്ങൾ വരുന്നതിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, യുബ്അസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. ഓരോ മനുഷ്യനും എന്തിലാണോ മരിച്ചത് അതിലായിക്കൊണ്ടായിരിക്കും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഹദീസ് വളരെ ശ്രദ്ധിക്കേണ്ട ഹദീസുകളിൽ ഒന്നാണ്. നീ എന്തിലാണോ മരിക്കുന്നത്, എന്തെങ്കിലും വൃത്തികേട് ചെയ്തുകൊണ്ടാണ്, ആ വൃത്തികേടിലായിക്കൊണ്ടാണ് നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. നീ നന്മയിലായിട്ടാണ് മരിക്കുന്നതെങ്കിലോ നന്മയിലായിക്കൊണ്ടാണ് നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ അതിന്റെ അവസാനം ആണ് പരിഗണിക്കപ്പെടുക. അമലിന്റെ അവസാനം നന്നാവാൻ ശ്രദ്ധിക്കുക. എങ്ങനെ അമലിന്റെ അവസാനം നന്നാക്കുക? എല്ലായ്പ്പോഴും നിന്റെ അമൽ നന്നാക്കുക എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും നിന്റെ അമൽ നന്നാക്കിയാൽ നിന്റെ അമലിന്റെ അവസാനം നന്നായിരിക്കും. അവസാനം ആ സമയം വെച്ച് നന്നാകാമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അവൻ അതിൽ തൗഫീഖ് നൽകപ്പെടുകയില്ല. ഫിർഔൻ നോക്കൂ നിങ്ങൾ, അവന് മരിക്കുന്ന സമയത്ത് വെച്ചിട്ട് ഇതാ ഞാനിപ്പം മുസ്ലിമായി എന്ന് പറഞ്ഞു. അവരുടെ അടുത്ത് അത് സ്വീകരിക്കപ്പെട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ മരണസമയത്ത് ചില ആളുകൾക്ക് എത്തിപ്പെട്ട അവസ്ഥ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ചെസ് കളിയിൽ മാത്രം മുഴുകിയിരുന്ന ആളുകൾ മരിക്കുന്ന സമയത്ത് അതിൽ അങ്ങേയറ്റം മുഴുകിയ ആളുകൾ മരിച്ചത് അതിന്റെ അവസാനത്തിൽ പറയുന്ന ആ വാക്ക് പറഞ്ഞുകൊണ്ടാണ്, ചെക്ക് എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ്. അത് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവൻ മരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, കച്ചവടത്തിൽ മുഴുകിയ ആളുകൾ ചിലർ മരിച്ചത് ഇതാ ഒരു ദീനാറിന് സൗബുണ്ട്, ഒരു ദീനാറിന് വസ്ത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ജീവിതം മുഴുവൻ അതിലായിരുന്നു. നിന്റെ ജീവിതം ഏതിലായിരുന്നോ ഇതിലായിരിക്കും നീ മരിക്കുക. സഹോദര, തൗഹീദിലാവുക, ഖൈറിലാവുക, ദിക്റുകളിലാവുക, ആ അവസ്ഥയിൽ മരിക്കാൻ ശ്രമിക്കുക. ഈ സംഗീതത്തിലും വൃത്തികേടുകളിലും സിനിമയിലും ഈ അവസ്ഥയിൽ നീ മരിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകളാണ് സഹോദരങ്ങളെ ഇരുന്ന ഇരിപ്പിൽ കസേരയിൽ ഇരുന്ന് മരിക്കുന്നത്. എനിക്ക് എന്ത് ഉറപ്പുള്ളത് ഈ പറഞ്ഞ് വൃത്തികേട് ചെയ്യുമ്പോൾ നീ അതിലായിട്ട് മരിക്കൂല എന്നുള്ളത്. നന്മകളിൽ ജീവിതം ചെലവഴിക്കുക എന്നതാണ് നല്ല അവസ്ഥയിൽ അള്ളാഹു മഹ്ശറിൽ എത്തിക്കാനുള്ള വഴികളിലൊന്ന്. മറ്റു ചില ഹദീസുകൾ, ചില ആളുകൾ ചില തിന്മകൾ ചെയ്യുന്നവർക്ക് ആ തിന്മകളുടെ
ശിക്ഷയായിക്കൊണ്ട് മഹ്ശറിൽ അവർ വരുന്ന രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ തന്നെ വിവരിച്ചിട്ടുണ്ട്. അതിലൊന്ന് അവിടുന്ന് പറഞ്ഞു, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാല അദ്ദർരി ഫീ സൂറത്തി റിജാൽ. ധിക്കാരികളായ കിബ്റുള്ള ആളുകൾ അവർ ഖിയാമത്ത് നാളിൽ മഹ്ശറിലേക്ക് വന്നെത്തുക അംസാൽ അദ്ദർ, ഉറുമ്പിന്റെ രൂപത്തിലായിരിക്കും. ഉറുമ്പിന്റെ വലുപ്പമാണ് ഉണ്ടാവുക, മനുഷ്യരുടെ രൂപവുമാണ്. ഒരു അഹങ്കാരം. ഇത് മഹ്ശറിൽ മാത്രമല്ല, നരകശിക്ഷയെക്കുറിച്ചും ഖബർ ശിക്ഷയെക്കുറിച്ചും ഒക്കെ പറയുന്ന ഹദീസുകൾ നോക്കിയാൽ നിന്റെ അമൽ എന്താണോ, നിന്റെ തിന്മ ഏതാണോ, അതിന്റെ തിന്മ കൊണ്ട് ഒരാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഘടക വിരുദ്ധമായ അവസ്ഥയിലായിരിക്കും അവന് ശിക്ഷ കൊടുക്കുക. കിബ്ർ കാണിച്ചവൻ മറ്റുള്ളവരുടെ മുകളിൽ കവച്ചു വെക്കാനാണ് ശ്രമിച്ചത്. അവന്റെ ശിക്ഷ ഒരു ഉറുമ്പിന്റെ രൂപത്തിൽ മറ്റു ജനങ്ങൾക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എല്ലാവരും അവനെ താഴോട്ടാണ് നോക്കുന്നത്. യഗ്ഷാഹുമുദ്ദുല്ലു മിൻ കുല്ലി മക്കാൻ, എല്ലാ ദിശയിൽ നിന്നും അവരെ അപമാനം മൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് അവർ മഹ്ശറിൽ വന്നെത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാണ്. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, യാചകർ, അവന് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ സഹായം ചോദിച്ചു നടക്കുന്ന ആളുകൾ, അവിടുന്ന് പറഞ്ഞു, മാ യസാലു റജുലു യസ്അലു الناس حتى يأتي يوم القيامة وليس في وجهه مزعة لحم. ആളുകളോട് ചോദിച്ചു നടക്കുന്നവർ, യാചിക്കുന്നവർ, അവർ അന്ത്യനാളിൽ വന്നെത്തുമ്പോൾ അവന്റെ മുഖത്ത് മാംസത്തിന്റെ ഒരു കഷ്ണം പോലും ഇല്ലാത്ത രൂപത്തിലായിരിക്കും അവൻ വന്നെത്തുക. ചിലർ പറഞ്ഞു അങ്ങനെ വരാനുള്ള കാരണം അവൻ തന്റെ അഭിമാനം മറ്റുള്ളവരുടെ മുന്നിൽ ചോദിച്ചുകൊണ്ട് സ്വന്തം അഭിമാനം ഇല്ലാതെയാക്കി കളഞ്ഞു. അവന്റെ മുഖം എല്ലാ സന്ദർഭത്തിലും യാചനയുടെ അവസ്ഥയിലായിരുന്നു. ആൾക്കാർ യാചിക്കുമ്പോൾ എങ്ങനെ യാചിക്കുക? വളരെ ദയനീയമായ അവസ്ഥയിലാണ്. സ്വന്തം അള്ളാഹു നൽകിയ ഇസ്സത്ത് അവൻ നശിപ്പിച്ചു എന്നതിനാൽ അവന്റെ മുഖത്ത് യാതൊരു മാംസവും ഇല്ലാത്ത രൂപത്തിലായിരിക്കും അവൻ വന്നെത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, لا ألفين أحدكم يجيء يوم القيامة على رقبته بعير له رغاء يقول يا رسول الله غثني فأقول لا أملك لك شيئا قد أبلغتك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാളെ ഞാൻ കാണാതിരിക്കട്ടെ, അന്ത്യനാളിൽ അവൻ വന്നെത്തുക അലാ റഖബതിഹി ബഈർ, അവന്റെ മുതുകിൽ അവനൊരു ഒട്ടകത്തെ വഹിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, ഒട്ടകം ചീറുന്നുണ്ടായിരിക്കും. അവൻ പറയും, യാ റസൂലല്ലാഹി ഗീസ്നി, അല്ലാഹുവിന്റെ റസൂൽ എന്നെ സഹായിക്കണേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അയാളോട് പറയുന്നത്? ഇന്ന് ആൾക്കാർ പറയുന്ന പോലെ ആണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പറയേണ്ടത്? ഇന്ന് ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ പറയുന്ന പോലെ ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫഅഖൂൽ, ഞാൻ പറയും, ലാ അംലികു ലക ഷൈഅ, നിനക്കൊരു സഹായം ചെയ്തു തരാൻ എനിക്ക് സാധിക്കുകയില്ല. ഖദ് അബ്ലഗ്തുക, നിനക്ക് ഞാൻ ദീൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ അവിടുന്ന് പറഞ്ഞു, ഒരാൾ ഇത് എങ്ങനെയാണ് ഈ ഒട്ടകത്തെ വഹിച്ചുകൊണ്ട് ഒരാൾ വരാൻ കാരണം എന്താ? ഒരാൾ ഒരു ഒട്ടകത്തിന്റെ കാര്യത്തിലാണ് വഞ്ചന കാണിച്ചതെങ്കിൽ അത് പേറിക്കൊണ്ടായിരിക്കും വരെ. ഒരു പശുവിന്റെ കാര്യത്തിലാണെങ്കിൽ അതിന് തലയിലേറ്റിക്കൊണ്ടായിരിക്കും. അതുപോലെ ഓരോ മൃഗങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആടിനെ പറ്റി പറഞ്ഞു, കുതിരയെ പറ്റി പറഞ്ഞു. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ ഉൽഫിയന്ന അഹദക്കും യജീഉ യൗമൽ ഖിയാമത്തി അലാ റഖബതിഹി റിഖാഉൻ തഖ്ഫിഖ്. നിങ്ങളുടെ മുതുകിൽ ഒരു വസ്ത്രം ചുമന്നുകൊണ്ട് വരുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങളെ കാണാതിരിക്കട്ടെ. ആ വസ്ത്രം അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും മുകളിൽ കിടന്നിട്ട്. ഫയഖൂലു യാ റസൂലല്ലാഹി ഗിസ്നി, അവൻ പറയും, അല്ലാഹുവിന്റെ റസൂൽ എന്നെ സഹായിക്കണേ. ഞാൻ അവനോട് പറയും, എനിക്ക് സഹായിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ ആരൊരാൾ എന്തെങ്കിലും ഒരു കാര്യം അന്യായമായി വഞ്ചിച്ചെടുത്താൽ അത് പേറിക്കൊണ്ടായിരിക്കും, അത് ചുമന്നുകൊണ്ടായിരിക്കും അവൻ മഹ്ശറിൽ വന്നെത്തുക. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവ് നൽകുന്ന വിഭാഗവും മഹ്ശറിൽ ഉണ്ടായിരിക്കും. അതിലേറ്റവും ആദരവ് നൽകപ്പെടുന്ന ഒരു വിഭാഗം ശുഹദാക്കളാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലാ യുക്ലമു അഹദുൻ ഫീ സബീലില്ലാഹി വല്ലാഹു അഅലമു ബിമൻ യുക്ലമു ഫീ സബീലിഹി ഇല്ലാ ജാഅ യൗമൽ ഖിയാമത്തി വല്ലൗനു ലൗനുദ് ദം വറീഹു റീഹുൽ മിസ്ക്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മനുഷ്യനാകട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ
ഒരു മർദ്ദനമേറ്റുവാങ്ങിയാൽ, അയാൾ ഒരു ആയുധം കൊണ്ട് കുത്തി ഏൽപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ വധിക്കപ്പെട്ടാൽ, അയാൾ അന്ത്യനാളിൽ വന്നെത്തുമ്പോൾ വല്ലൗനുലൗനുദ്ദം, അവന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തിന്റെ നിറത്തിൽ രക്തം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. വറീഹു റീഹുൽ മിസ്ക്, എന്നാൽ അതിന്റെ സുഗന്ധം കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കൾക്ക് അന്ത്യനാളിൽ മഹ്ശറിൽ വലിയ പരിഗണന നൽകപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ അറിയിച്ചിട്ടുണ്ട്. മനുഷ്യർ മഹ്ശറിൽ വന്നെത്തിക്കഴിഞ്ഞാൽ അവർ മഹ്ശറിൽ ദീർഘനേരം നിൽക്കേണ്ടി വരുന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ് തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ അവർ അന്ത്യനാളിൽ നിൽക്കുന്നതാണ്. 50,000 വർഷം ദൈർഘ്യമുണ്ടാകുമെന്നാണ് ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദത്തിൻ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹാ ഇല്ലാ ഇദാ കാന യൗമൽ ഖിയാമത്തി സുഫിഹത് ലഹു സഫാഇഹു മിൻ നാർ. ഒരു മനുഷ്യൻ അവന്റെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, അതിലുള്ള ബാധ്യതകൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ, അതായത് അവന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ ബാധ്യത നിറവേറ്റിയിട്ടില്ലെങ്കിൽ, അന്ത്യനാളെത്തിക്കഴിഞ്ഞാൽ ഈ സ്വർണവും വെള്ളിയുമെല്ലാം ഒരു ഫലകമാക്കി മാറ്റുകയും വഉഹ്മിയ അലൈഹ ഫി നാരി ജഹന്നം, നരകത്തിൽ അത് ഉരുക്കുകയും നരകത്തിൽ അത് ചൂടാക്കുകയും ഫയുഖ്വ ബിഹ ജംബുഹു വജബീനുഹു വദഹറുഹു, അതുകൊണ്ട് അവന്റെ പാർശ്വങ്ങളും അവന്റെ മുതുകും നെറ്റിയുമെല്ലാം ചൂടുവെക്കുന്നതാണ്. കുല്ലമാ ബറദത് ഉഈദത് ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, അത് തണുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ 50,000 വർഷം ദൈർഘ്യത്തിൽ സക്കാത്ത് നൽകാത്ത ആളുകൾ അവർക്ക് ഈ ശിക്ഷ നൽകപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. ഈ 50,000 വർഷം ദൈർഘ്യമുള്ള ദിവസത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വകാന യൗമൻ അലൽ കാഫിരീന അസീറ, ആ ദിവസം കാഫിരീങ്ങൾക്ക് പ്രയാസകരമായ ദിവസമായിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞത്. എന്നാൽ മുഅ്മിനീങ്ങൾ അവർക്ക് ഈ ദിവസത്തിന്റെ ദൈർഘ്യം അള്ളാഹു കുറച്ചു കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, യൗമുൽ ഖിയാമത്തി കഖദ്രി മാ ബൈന അദ്ദുഹ്രി വൽ അസർ, ഖിയാമത്ത് നാളിൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ദൈർഘ്യം ദുഹറിനും അസറിനും ഇടയിലുള്ള സമയം പോലെയായിരിക്കും. ചില ഹദീസുകളിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ മിഖ്ദാറു നിസ്ഫി യൗമിൻ മിൻ 50,000 സന, മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം അന്ന് 50,000 വർഷത്തെ ദൈർഘ്യമുണ്ടായിരിക്കും. ഫയഹൂനു ദാലിക അലൽ മുഅ്മിൻ കതദല്ലി ശംസി ലിൽ ഗുറൂബി ഇലാ അൻ തഗ്റുബ്, എന്നാൽ മുഅ്മിന് അത് എളുപ്പം നൽകപ്പെടും. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയതു മുതൽ അത് അസ്തമിച്ചു തീരുന്നത് വരെയുള്ള സമയം മാത്രമേ അവൻ അന്ത്യനാളിൽ നിൽക്കേണ്ടി വരികയുള്ളൂ. രണ്ടാളുകൾക്ക് രണ്ട് സമയം നൽകാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. ഇതാണ് മഹ്ശറിൽ നടക്കുന്ന കാര്യം. അവിടെയാണ് മനുഷ്യർ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കുന്നത്. അങ്ങനെ ഈ സമയം ദീർഘിക്കും. അപ്പോഴാണ് ശഫാഅത്ത് ആരംഭിക്കുന്നത്. അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽ ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നാണ് ഷഫാഅത്ത് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഷഫാഅത്ത്, അതുപോലെ മുഅ്മിനീങ്ങൾ നടത്തുന്ന ഷഫാഅത്ത്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചിലർ പറഞ്ഞു, ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ നീയല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി ഒരാളിൽ നിന്നൊരു സഹായം നേടിക്കൊടുക്കുന്നതിനാണ് ഷഫാഅത്ത് എന്ന് പറയുക. തലബുൽ ഖൈർ ലിൽ ഗൈർ മിനൽ ഗൈർ, ഒരാൾക്ക് വേണ്ടി ഞാൻ വേറൊരാൾക്ക് വേണ്ടി നന്മ ചോദിക്കുന്നു, ഒരാൾക്ക് വേണ്ടി ഒരു ഉപകാരം ചോദിക്കുന്നു. ഞാനവിടെ ചോദിക്കുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണോ? അല്ല, വേറെ ഒരാളിൽ നിന്ന് ഒരു സഹായം ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി അതിനാണ് ഷഫാഅത്ത് എന്ന് പറയുക. ഖുർആനിൽ ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് ഷഫാഅത്ത് ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അശ്ശഫാഅത്തുൽ മുസ്ബത, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഷഫാഅത്ത് ഉണ്ട്. ചില ആയത്തുകൾ അല്ലാഹു പറഞ്ഞു ഷഫാഅത്ത് പരലോകത്ത് ഉണ്ടാവുകയില്ല.
രണ്ട് രൂപത്തിലും ഖുർആൻ ആയത്ത് വന്നിട്ടുണ്ട്. ഷഫാഅത്ത് ഉണ്ട് എന്നും വന്നിട്ടുണ്ട്, ഇല്ല എന്നും വന്നിട്ടുണ്ട്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഷഫാഅത്ത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഷഫാഅ അൽ മൻഫിയ, ഒന്ന് പരലോകത്ത് ഒരിക്കലും നടക്കാത്ത ഷഫാഅത്ത്, പരലോകത്ത് സാധിക്കാത്ത ഷഫാഅത്ത്. അതിൽ അവർ പറഞ്ഞു, ഉദാഹരണത്തിന് മുസ്ലിം അല്ലാതെ മരിച്ച ഒരാൾക്ക് വേണ്ടി ഷഫാഅത്ത് നടത്തുക, അത് പരലോകത്ത് സാധിക്കുകയില്ല. മനുഷ്യരെല്ലാം, സർവ്വ നബിമാരും സർവ്വ മലക്കുകളും ശുപാർശ പറഞ്ഞാലും അവർ പറയുകയില്ല. പക്ഷെ അവർ പറഞ്ഞാലും ഒരു കാഫിറിന്റെ കാര്യത്തിൽ ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല. ഒന്നാമത്തേത് അതാണ്, കുഫാറുകൾക്ക് വേണ്ടി ഷഫാഅത്ത് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുമതി നൽകാതെ ഒരാൾ ശുപാർശ പറയുക എന്നത് ഉണ്ടാവുകയില്ല. അള്ളാഹ് അനുമതി കൊടുക്കാതെ ഒരാൾ ശുപാർശ പറയുക, ഇത് പരലോകത്ത് ഉണ്ടാവുകയില്ല. ഇതാണ് ഷഫാഅ മൻഫിയ. ഖുർആനിൽ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ഷഫാഅത്ത് ഇതാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വത്തഖു യൗമൻ തുർജഊ വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യുഖ്ബലു മിൻഹാ ഷഫാഅത്തുൻ. അന്ന് ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് ഈ ഷഫാഅത്താണ്. കുഫാറുകൾക്ക് ഷഫാഅത്ത് ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ അനുമതി ഇല്ലാത്ത ഷഫാഅത്ത് ഉണ്ടാവുകയില്ല. ഈ ഷഫാഅത്താണ് ഷഫാഅ അൽ മൻഫിയ. ഖുർആനിൽ അള്ളാഹു ഷഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. രണ്ടാമത്തേത് ഷഫാഅ അൽ മുസ്ബത, ഖുർആനിലും ഹദീസിലും സ്ഥിരീകരിച്ച ഷഫാഅത്താണ്. അതിന് രണ്ട് നിബന്ധനകളുണ്ട്. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ അനുമതിയാണ്, ഇദ്നുഹു. അള്ളാഹു അനുമതി നൽകാതെ ഷഫാഅത്ത് പറയുക എന്നത് പരലോകത്ത് സംഭവിക്കുകയില്ല. അള്ളാഹ് സമ്മതം കൊടുക്കാതെ ഒരാൾ ഷഫാഅത്ത് പറയുകയില്ല. അവിടെ സംസാരിക്കുക വരെയില്ല, അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരാൾ സംസാരിക്കുക വരെയില്ല. സൂറത്തു അൽ ബഖറയിൽ ആയത്തുൽ കുർസിയിൽ അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ആരുണ്ട് അവിടെ ശുപാർശ പറയുക? അനുമതി ഇല്ലാതെ ശുപാർശ പറയുകയില്ല. ഒന്നാമത്തെ നിബന്ധന അനുമതി വേണം. രണ്ടാമത്തെ കാര്യം അള്ളാഹു തൃപ്തിപ്പെട്ടവർ, അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയുകയില്ല. ശരിങ്ങൾ ചില പറഞ്ഞു, റിദല്ലാഹി ലിശ്ശാഫിഇ വൽ മശ്ഫൂഇ ലഹ്. ശുപാർശ പറയുന്നവൻ അള്ളാഹു തൃപ്തിപ്പെടണം. അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരാൾക്ക് ശുപാർശ പറയാൻ സാധിക്കുകയില്ല. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയാനും പറ്റില്ല. ആർക്ക് ശുപാർശ പറയണം? അത് അള്ളാഹുവാണ് തീരുമാനിക്കുക. അപ്പൊ പിന്നെ ഷഫാഅത്തിന്റെ കാര്യം എന്താണ്? എന്താ പിന്നെ ഷഫാഅത്ത്? ശുപാർശ പറയുന്നവനുള്ള ആദരവ് മറ്റ് സൃഷ്ടികളുടെ മുൻപിൽ വ്യക്തമാക്കുക എന്നതാണ് ഷഫാഅത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങളൊന്നും. അല്ലാതെ അള്ളാഹു ഒരിക്കലും അവന്റെ തീരുമാനം മാറ്റുകയില്ല. ശുപാർശ എന്തിനു വേണ്ടിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി മനസ്സിലാക്കാൻ വേണ്ടി, മുഅ്മിനീങ്ങളുടെ പദവി മനസ്സിലാക്കാൻ വേണ്ടി, ശുഹദാക്കൾക്കുള്ള സ്ഥാനം മനസ്സിലാവാൻ വേണ്ടി. ഇതിനാണ് ഷഫാഅത്ത്. അല്ലാതെ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞ് അള്ളാഹുവിന്റെ തീരുമാനം മാറ്റിക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കാൻ. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഒരാളുടെ ശുപാർശ കൊണ്ട് സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് ശുപാർശ പറയാൻ അവൻ അനുമതി കൊടുക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുന്നത്. ഈ നാട്ടിലെ ആളുകൾ പലപ്പോഴും ഷഫാഅത്ത് മനസ്സിലാക്കുന്നത് മനുഷ്യർക്കിടയിൽ നടക്കുന്ന ഷഫാഅത്ത് പോലെയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യർക്കിടയിൽ നടക്കുന്ന ഷഫാഅത്ത് അള്ളാഹുവിന്റെ അരികിൽ ഇല്ലേയില്ല. ബസമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ പരസ്പരം ഷഫാഅത്ത് പറയുന്നത് മൂന്നാലൊരു കാരണം കൊണ്ടാണ്. ഈ മൂന്ന് കാരണവും അള്ളാഹുവിന്റെ കാര്യത്തിലില്ല. ക്വസ്റ്റ്യൻ കൊടുത്താൽ ജനങ്ങൾ പരസ്പരം ഷഫാഅത്ത് പറയുന്നത് മൂന്നാലൊരു കാരണം കൊണ്ടാണ്. ഒരു രാജാവിന്റെ അടുത്ത്, ഒരു പ്രധാനമന്ത്രിയുടെ അരികിൽ, മുഖ്യമന്ത്രിയുടെ അരികിൽ ഷഫാഅത്ത് മൂന്നാലൊരു കാരണം ഉണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ രാജാവിന് നിനക്ക് വേണ്ടി ശുപാർശ പറയാൻ നീ MLA-യുടെ അടുത്ത് പോയി, മുഖ്യമന്ത്രിക്ക് നിന്നെ കുറിച്ച് അറിയുകയില്ല, നിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും അറിയുകയില്ല. അപ്പോ MLA പോയിട്ട് പറയുന്നത്, ഇയാൾ എന്റെ നാട്ടിലുള്ള ആളാണ്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ സഹായിക്കണം. ഇങ്ങനെ തന്റെ അടിമയുടെ കാര്യം അറിയാതിരിക്കുക എന്നൊരവസ്ഥ അള്ളാഹുവിനില്ല.
അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നിന്നെക്കാൾ നിന്നെ കുറിച്ച് അറിയുന്നവനാണ്. നിന്നെ കുറിച്ച് അറിവില്ലാത്തൊരു കാര്യം അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കാൻ ഒരു ശുപാർശകന്റെ ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാരണം, ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് നിന്നെ അറിയാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിന്റെ നാട്ടിലുള്ള പ്രശ്നത്തെ കുറിച്ച് അറിയാമെന്ന് വിചാരിച്ചു. പക്ഷെ അയാൾ തൽക്കാലം സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചു കാലം അങ്ങനെ കിടക്കട്ടെ, അയാൾ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അയാൾ വിചാരിക്കുന്നത്. ഉദാഹരണത്തിന്, ഈ സന്ദർഭത്തിൽ നീ MLA കൊണ്ട് ശുപാർശ പറയിപ്പിക്കുന്നത് എന്തിനാണ്? MLAക്ക് മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ട്, അടുപ്പുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പോയി സംസാരിച്ചാൽ, ഒന്ന് അയാളെ മനസ്സൊന്ന് അലിഞ്ഞാലോ, എന്നോടൊരു കരുണയുണ്ടായാലോ, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അയാൾ തീരുമാനിച്ചാലോ. ഇങ്ങനെ കരുണയില്ലാത്ത ഒരാളിൽ കരുണ ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ ചിലപ്പോൾ ദുനിയാവിൽ ഷഫാഅത്ത് ഉണ്ടാകാറുണ്ട്. അതും അള്ളാഹുവിന്റെ അടുക്കലില്ല. അവൻ അർഹമുർ റാഹിമീനാണ്. അവനേക്കാൾ കരുണയുള്ള മറ്റൊരാളില്ല. അവൻ റഹ്മാനും റഹീമുമാണ്. അങ്ങേറ്റം കരുണയുള്ളവനാണ്. അവനോളം കരുണയുള്ള ഒരാളുമില്ല. സൃഷ്ടികളിൽ സർവരിലുമുള്ള കരുണ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിശ്ചയിച്ച കരുണ, അവൻ മനുഷ്യർക്കായി നിശ്ചയിച്ച 100ൽ 1 ഭാഗം മാത്രമാണ്. അങ്ങനെ ഒരു റബ്ബിന്റെ അരികിൽ ചെന്ന് ഇവരോട് കരുണ കാണിക്കണം എന്നു പറഞ്ഞ് അള്ളാഹുവിൽ കരുണ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയില്ല. അവനാണ് ഏറ്റവും കരുണയുള്ളവൻ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ ആൾക്ക് മുഖ്യമന്ത്രി, ഉദാഹരണത്തിന് മുഖ്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് നിന്നെ അറിയാം, നിന്നെ സഹായിക്കാൻ അയാൾക്ക് കരുണയൊക്കെ ഉണ്ട്, അയാൾ വേറുള്ള ആൾക്കാർക്ക് സഹായിക്കാറുണ്ട്. പക്ഷെ നിന്നെ സഹായിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലത്തേക്ക്. അപ്പൊ നീ ചിലപ്പോൾ MLA പറഞ്ഞേക്കും. MLA പറയുക, നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെയുള്ള പിന്തുണ പിൻവലിക്കും. പിന്നെ അടുത്ത ഇലക്ഷന് നിങ്ങൾ നമ്മളെ പ്രശ്നം പേടിക്കേണ്ടി വരും. അതുകൊണ്ട് അടുത്ത ഇലക്ഷൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ പേടിപ്പിക്കുക എന്നതാണ്, ഇക്റാഹ് ചെയ്യുക, നിർബന്ധിക്കുക. ഏതൊരു വലിയ രാജാവാണെങ്കിലും സേനാനായകനെ അയാളെ പോയിട്ട് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുക. എന്നാൽ നേർക്ക് നേരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെങ്കിലും, നമ്മൾ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കാണാം എന്ന രൂപത്തിൽ പറയും. ഇത് പലപ്പോഴും ശുപാർശകളിൽ നടക്കാറുണ്ട്. പലപ്പോഴും ശുപാർശ സ്വീകരിക്കുന്നത് ഇഷ്ടം കൊണ്ടായിരിക്കില്ല. കാരണം എന്താ, ഇവന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇവന്റെ പ്രയാസം സഹിക്കേണ്ടി വരും എന്നതുകൊണ്ടായിരിക്കും. അള്ളാഹുവിന്റെ അരികിൽ അള്ളാഹുവിനെ നിർബന്ധിക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല, ഒരാൾക്ക് പറ്റുകയില്ല. ഈ മൂന്നുമാണ് ശുപാർശയുടെ കാരണങ്ങൾ. ദുനിയാവിൽ ശുപാർശ നടക്കുന്ന ഇതുകൊണ്ടാണ്. ഈ ശുപാർശ അള്ളാഹുവിന്റെ അടുത്തില്ല. അവനോട് ഒരു കാര്യം അറിയിച്ചു കൊടുക്കാൻ ഒരാൾ വേണ്ടതില്ല. അവനിൽ കരുണ ഉണ്ടാക്കാൻ ഒരാൾ ആവശ്യമില്ല. അവനെ നിർബന്ധിക്കാനും ഒരാൾക്ക് സാധിക്കുകയില്ല. അപ്പൊ പിന്നെ ശുപാർശ എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞാണ്, ശുപാർശ പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച വഴിയാണ്. അതാണ് ഷഫാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷഫാഅത്തിന് 2 നിബന്ധനകളുണ്ട്. ഒന്ന്, അള്ളാഹു അനുമതി നൽകുക. 2, അള്ളാഹു തൃപ്തിപ്പെട്ടവർ, അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി ശുപാർശ പറയും. ഇത് രണ്ടും മാത്രമേ അന്ത്യനാളിൽ സംഭവിക്കുകയുള്ളൂ. ഷഫാഅത്ത് പല രൂപത്തിലുള്ളതുണ്ട്. അതിൽ ഏറ്റവും വലിയ രൂപം ഷഫാഅത്തുൽ ഉദ്മ എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന ഷഫാഅത്താണ്. അതാണ് ഏറ്റവും മഹത്തരമായ ഷഫാഅത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വഅസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, അള്ളാഹുവിന്റെ റസൂൽ അങ്ങേ നാം മഖാമുൻ മഹ്മൂദിൽ എത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ഈ ഷഫാഅത്തിനെ കുറിച്ചാണ്. എല്ലാ ജനങ്ങളും അങ്ങയെ സ്തുതിക്കുന്ന അവസ്ഥയിൽ, എല്ലാ ജനങ്ങളുടെയും മുൻപിൽ അങ്ങയുടെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു സ്ഥാനത്തിൽ നാം അങ്ങയെ എത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ഈ ഷഫാഅത്തുൽ ഉദ്മയാണ്. അതിനെക്കുറിച്ച് സുദീർഘമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ അവിടത്തേക്ക് സഹാബികൾ ഭക്ഷണം ഒരുക്കി. ആ ഭക്ഷണത്തിൽ റൊട്ടിയും അതുപോലെ തന്നെ ആടിന്റെ മാംസവും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ആടിന്റെ തുടഭാഗം ഇഷ്ടമായിരുന്നു. അവിടുന്ന് അത് എടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നന്നാസ യസീറൂന യൗമൽ ഖിയാമത്തി ജുസ്സാ കുല്ലു ഉമ്മത്തിൻ തത്ബഉ നബിയ്യഹ. അന്ത്യനാൾ വന്നെത്തിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യരും, ഓരോ ജനങ്ങളും അവരുടെ നബിമാരുടെ കീഴിൽ കൂട്ടം കൂട്ടമായി, ഓരോ കൂട്ടങ്ങളായിട്ടാണ് വന്നെത്തുക.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ഈ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ, ഞാൻ അന്ത്യനാളിൽ ജനങ്ങളുടെ നേതാവായിരിക്കും. വഹൽ തദ്റൂന ബിമ ദാക്, എന്തുകൊണ്ടാണ് എനിക്ക് ആ സ്ഥാനം ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യജ്മഉ അല്ലാഹു യൗമൽ ഖിയാമത്തിൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദ്. അല്ലാഹു എല്ലാ മനുഷ്യരെയും ആദ്യകാലക്കാർ മുതൽ അവസാന കാലക്കാർ വരെ ഒരു മൈതാനിയിൽ അവരെല്ലാം വന്നെത്തുന്നതാണ്. വതദ്നു ശംസ്, സൂര്യൻ അടുത്തേക്കെത്തും, ജനങ്ങൾ അങ്ങേയറ്റത്തെ കഠിനമായ പ്രയാസത്തിലെത്തും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഫയഖൂലു ബഅദു നാസി ലിബഅദ്, ജനങ്ങളിൽ ചിലർ മറ്റു ചിലരോട് പറയും, അലാ തറൗന മാ അൻതും ഫീഹ്, നിങ്ങൾ ഈ അകപ്പെട്ടിരിക്കുന്ന പ്രയാസം നിങ്ങൾ കാണുന്നില്ലേ? അലാ തറൗന മാ ഖദ് ബലഗകും, എത്ര വലിയ ബുദ്ധിമുട്ടിലാണ് നിങ്ങളുള്ളത്. അലാ തൻദുറൂന മൻ യശ്ഫഉ ലക്കും ഇലാ റബ്ബിക്കും, അള്ളാഹുവിന്റെ അരികിൽ നിങ്ങളുടെ കാര്യം ശുപാർശ പറയാൻ ഒരാൾ അന്വേഷിച്ചാലോ? അങ്ങനെ ചിലർ പറയും, ടു ആദം, നമുക്ക് ആദമിന്റെ അരികിൽ പോകാം. അങ്ങനെ അവർ ആദമിന്റെ അടുത്ത് ചെല്ലും. അവർ പറയും, യാ ആദമു അൻത അബുൽ ബഷർ, ആദം, താങ്കൾ മനുഷ്യരുടെ പിതാവാണ്. ഖലഖക അല്ലാഹു ബിയദിഹി, അള്ളാഹു താങ്കളെ അവന്റെ കരങ്ങൾ കൊണ്ടാണ് പടച്ചത്. ഇത് ആദം നബിക്കുള്ള പ്രത്യേകതയാണ്. മറ്റെല്ലാ സൃഷ്ടികളും പിതാവിന്റെയും മാതാവിന്റെയും അല്ലെങ്കിൽ മാതാവിന്റെ ഗർഭപാത്രത്തിന് ഈസാ നബി അലൈഹി സ്വലാം വന്നതുപോലെ, എന്നാൽ അള്ളാഹു ആദമിനെ അവന്റെ കരങ്ങൾ കൊണ്ടാണ് പടച്ചത്. മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ, എന്റെ ഇരു കരങ്ങൾ കൊണ്ട് ഞാൻ പടച്ചതിനെ സുജൂദ് ചെയ്യാൻ നിനക്ക് എന്താണ് തടസ്സമായത്? അള്ളാഹു അവന്റെ കരങ്ങൾ കൊണ്ടാണ് ആദമിനെ പടച്ചത്. അദ്ദേഹത്തിനുള്ള ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് അലൈഹി സ്വലാത്തു വസ്സലാം. വനഫഖ ഫീക മിൻ റൂഹിഹി, അള്ളാഹു അവന്റെ ആത്മാവ്, അതായത് അള്ളാഹു പടച്ച അവന്റെ ആത്മാവ് താങ്കളിലേക്ക് ഊതിയിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ റൂഹ് എന്ന് പറയുന്നത് ഒരിക്കലും അള്ളാഹുവിന്റെ ഭാഗമല്ല, മറിച്ച് അവന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ ഭാഗമല്ല അത്. അവിടെയാണ് ക്രൈസ്തവർക്ക് പിഴവ് സംഭവിച്ചത്. നസ്രാനികൾ അള്ളാഹുവിന്റെ റൂഹ് എന്നത് അവർ പറഞ്ഞു അത് അള്ളാഹുവിന്റെ ഭാഗമാണ്. അവിടെയാണ് അവർക്ക് പിഴവ് സംഭവിച്ചത്. മുസ്ലിമീങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹ് പടച്ച റൂഹാണ്, അവന്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. ഏതുപോലെ അത് അവർ പറഞ്ഞു ഇദാഫത്തു തശ്രീഫാണ്, ആദരവിന്റെ രൂപത്തിലുള്ള ചേർത്തി പറയലാണ്. മസ്ജിദുകളെ കുറിച്ച് ബൈത്തുല്ലാ എന്ന് പറയുന്നത് പോലെ, അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയുന്നത് പോലെ. വഅമറ അൽ മലായികത ഫസജദു ലക, ആദം താങ്കൾക്ക് വേണ്ടി അള്ളാഹു മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവർ പറയും. അപ്പോൾ അദ്ദേഹം പറയും, ഇന്ന റബ്ബി ഗദിബ അൽയൗമ ഗദ്ബൻ ലം യഗ്ദബ് മിസ്ലഹു ഖത്തു വലൻ യഗ്ദബ മിസ്ലഹു ഖത്തു വലൻ യഗ്ദബ മിസ്ലഹു അബദൻ, എന്റെ റബ്ബ് ഇന്ന് കോപിച്ചിരിക്കുന്നു, അതുപോലെ അള്ളാഹു ഒരിക്കലും ഇനി കോപിക്കുകയില്ല, അവൻ മുൻപൊരിക്കലും ഇതുപോലെ കോപിച്ചിട്ടുമില്ല. അദ്ദേഹം പറയും, വഇന്നഹു നഹാനി അനി ശജറതി ഫഅസൈതുഹാ, അള്ളാഹു എന്നോട് ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചു പോയിരിക്കുന്നു. ഫനഫ്സി നഫ്സി, എന്റെ കാര്യം തന്നെ, ഞാൻ എന്റെ കാര്യം തന്നെ അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ നൂഹ്, നിങ്ങൾ വേറെ ആരുടെ അടുത്തേക്കെങ്കിലും പോവുക, നിങ്ങൾ നൂഹിന്റെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക്, സുദീർഘമായ ഹദീസാണത്. പിന്നീട് അവർ ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് പോകും, പിന്നീട് മൂസാ നബിയുടെ അടുത്തേക്ക് പോകും, പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോകും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറയും, ഇദ്ഹബു ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരും. ജനങ്ങളെല്ലാം പറയും, യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹി വഖാതമുൽ അംബിയാഇ വഗഫറ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്, അന്തിമ നബിയാണ്, അള്ളാഹു അങ്ങേക്ക് മുൻപുള്ളത് വരാനിരിക്കുന്നതുമായി അതൊക്കെ പുറത്തു തന്നിരിക്കുന്നു. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക്, താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുക, ശഫാഅത്ത് ചെയ്യുക. അലാ തറാ ഇലാ മാ ഖദ് ബലഗന, നമ്മെ ബാധിച്ചിരിക്കുന്ന ഈ പ്രയാസം അങ്ങ് കാണുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫഅൻതലിഖു ഫആതി തഹ്തൽ അർശ്, അങ്ങനെ ഞാൻ പുറപ്പെടുകയും അർശിന്റെ താഴേക്ക് ചെല്ലുകയും ചെയ്യും. ഫഅഖഉ സാജിദൻ ലിറബ്ബി,
ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴും. സുമ്മ യഫ്തഹു അല്ലാഹു അലൈ, പിന്നീട് അള്ളാഹു എനിക്ക് പല ദിക്റുകളും അള്ളാഹുവിനെ കുറിച്ച് സ്തുതിക്കാനുള്ള പല വാക്കുകളും പല ദിക്റുകളും പല മഹാമിദുകളും അള്ളാഹു എനിക്ക് തുറന്നു തരും. അതുവരെ എനിക്കറിയാത്തത്, ഇപ്പോഴും എനിക്കറിയാത്തത് അള്ളാഹു ആ സന്ദർഭത്തിൽ എനിക്ക് തുറന്നു തരും. അള്ളാഹുവിനെ എങ്ങനെ പ്രകീർത്തിക്കണമെന്നത്. അങ്ങനെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന സമയമെത്തിയാൽ അവൻ പറയും, ഇർഫ യാ മുഹമ്മദ് ഇർഫ റഅസക്, മുഹമ്മദ് തല ഉയർത്തിക്കൊള്ളുക. വസൽ തുഅത, മുഹമ്മദ് എന്ന് ചോദിച്ചു കൊള്ളുക. സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ചോദിക്കുന്നത് നൽകപ്പെടുന്നതാണ്. വഷ്ഫഅ തുശഫഅ, താങ്കൾ ശുപാർശ പറഞ്ഞുകൊള്ളുക, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ്. ഫഅർഫഉ റഅസി, അങ്ങനെ ഞാൻ എൻ്റെ തല ഉയർത്തുകയും ഫഅഖൂലു യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, ഞാൻ പറയും അള്ളാഹുവെ എൻ്റെ ജനങ്ങൾ എൻ്റെ ജനങ്ങൾ എന്ന് ഞാൻ അള്ളാഹുവിനോട് പറയും. ഇതാണ് ഷഫാഅത്തുൽ ഉദ്മ. ഏറ്റവും ആദ്യത്തെ ഷഫാഅത്ത് ഇതാണ്. സർവ്വ മനുഷ്യർക്കും വേണ്ടിയുള്ള ശുപാർശ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശുപാർശയാണ്. ഇതാണ് അൽ മഖാമുൽ മഹ്മൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന ഏറ്റവും ഉന്നതമായ പദവി. അതായത് യഹ്മദുഹുൽ അവ്വലൂന വൽ ആഖിറൂൻ, ആദം നബി മുതൽ അവസാന മനുഷ്യർ വരെയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവും ശ്രേഷ്ഠതയും സ്ഥാനവും മനസ്സിലാക്കുന്ന സമയമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിനു വേണ്ടി നടത്തുന്ന ദുആ ആണ്, ഷഫാഅത്താണ്. അവിടത്തേക്ക് ഈ ഉമ്മത്തിനോടുണ്ടായിരുന്ന ഷഫഖത്ത്, അനുകമ്പ, സ്നേഹം അങ്ങേയറ്റമാണ്, വലുതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ഉമ്മത്തിനു വേണ്ടി പല ദുആകളും ബാക്കി വെച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവതു മുസ്തജാബ, എല്ലാ നബിമാർക്കും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. وإني اختبأتها لأمتي شفاعة وإني اختبأتها ليوم القيامة شفاعة لأمتي, എൻ്റെ പ്രാർത്ഥന ഞാൻ അന്ത്യനാളിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു, എൻ്റെ ഉമ്മത്തിനുള്ള ഷഫാഅത്ത് ആയിക്കൊണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഷഫാഅത്ത് നൽകുക, അവിടുത്തെ ഷഫാഅത്ത് ഈ ഉമ്മത്തിന് അള്ളാഹു ബാക്കി വെച്ച കാര്യം. അവിടുന്ന് പല സന്ദർഭങ്ങളിൽ ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അവിടുത്തെ റഹ്മത്തും അവിടുത്തെ കാരുണ്യവും അള്ളാഹു അവിടുത്തേക്ക് അത് നൽകിയതുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം. അതിലെ പ്രധാന കാരണങ്ങളിലൊന്ന് അസ്ഹാബ് റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളാണ്. ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് അവിടുത്തെ സഹാബികൾ അവിടുത്തോട് സ്വീകരിച്ച സമീപനങ്ങളാണ്. നിങ്ങൾ ബനൂ ഇസ്രായേലുകാരെ നോക്കൂ. ബനൂ ഇസ്രായേലുകാർ മൂസയെ ഉപദ്രവിക്കായിരുന്നു. അവർക്കിടയിൽ മൂസ ഉള്ള കാലഘട്ടം മുഴുവൻ മൂസാ നബി ഉപദ്രവിക്കായിരുന്നു. യുദ്ധത്തിന് പോകാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുന ഖാഇദൂൻ, നീ നിന്റെ റബ്ബും യുദ്ധം ചെയ്തേക്ക്, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുമെന്നാണ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ സഹാബികളോട് കാര്യം ചോദിച്ചപ്പോൾ, അവിടുന്ന് ആദ്യം ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുഹാജിറുകൾപ്പെട്ട ചിലർ എഴുന്നേറ്റുന്നുകൊണ്ട് സംസാരിച്ചു, നബിയെ ഞങ്ങൾ ഒപ്പമുണ്ട്, പിറകിൽ തന്നെ ഉണ്ട്. ബദർ മദീനയുടെ അതിരിന് പുറത്താണ്. മദീനക്കാരായ അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ കരാർ മദീനയുടെ ഉള്ളിൽ സഹായിക്കാമെന്നാണ്. പുറത്ത് അവർ കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. പുറത്ത് സഹായിക്കാമെന്നവർക്ക് കരാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ മറുപടി കേൾക്കാൻ വേണ്ടി വീണ്ടും ചോദിക്കാൻ. അൻസാരികൾക്ക് മനസ്സിലായി ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട്. അവർ എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ റസൂൽ ബർഖുൽ ഗിമാദിലേക്ക് അങ്ങ് പുറപ്പെട്ടാൽ, സമുദ്രത്തിന്റെ അടിയിലേക്കാണ് കുതിരയെ അങ്ങ് നയിക്കുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ പുറകിലുണ്ടായിരുന്നു. അതാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞു, ബനൂ ഇസ്രായേലുകാർ മൂസയോട് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അങ്ങയോട് പറയുകയില്ല. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, ഞങ്ങൾ പറയുകയില്ല. ഞങ്ങൾ പറയുന്നു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നബിയെ അങ്ങും അങ്ങയുടെ റബ്ബും യുദ്ധത്തിന് പുറപ്പെടുക. ഇന്ന മഅകുമ മുഖാതിലൂൻ, ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുന്നവരായിക്കൊണ്ടുണ്ടായിരിക്കും. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം അവർ ബഹുമാനിക്കുക, ആദരിക്കുകയും അവിടുന്ന് ഈ ഉമ്മത്തിനു വേണ്ടി ദുആ ചെയ്യുന്നതിൽ ഈ
സഹാബികൾക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ ഉമ്മത്തിന് വലിയ പദവികൾ ലഭിച്ചതിൽ സഹാബത്തിന് പങ്കുണ്ട്. പക്ഷെ സുബ്ഹാനല്ലാഹ്, പിൽക്കാലക്കാർ ഇന്ന് ചിലർ അള്ളാഹുന്റെ റസൂൽ സഹാബിമാരെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കൂ നിങ്ങൾ. നോക്കൂ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഫത്ഹിന്റെ ഉടമയായിരുന്ന മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, എത്രയോ രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സമുദ്രത്തിൽ പോയി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ സൈന്യം മുആവിയയുടെ സൈന്യമാണ് റളിയല്ലാഹു അൻഹു. ഇന്ന് ഈ തലമുറ ഇങ്ങ് മാറി വന്നപ്പോൾ ഇതാ മുസ്ലിമീങ്ങൾ മുആവിയ ചീത്ത പറയുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്താബുൽ വഹയിൽപ്പെട്ട, വഹയി രേഖപ്പെടുത്തിയിരുന്ന സഹാബിമാരിൽപ്പെട്ട ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെ കുറിച്ച് അവിടുന്ന് പറയും, ലാ തസുബ്ബു അസ്ഹാബി ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളെ ചീത്ത പറയരുത്. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ നമുക്ക് ഈ ദീൻ എത്തിച്ചെന്നാണ്. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടായത്, ഹദീസ് നമ്മുടെ കയ്യിലുണ്ടായത്, ഈ കാണുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളായത്, ഇസ്ലാമിന് ഇസ്സത്തുണ്ടായത്, പ്രതാപമുണ്ടായത്. ചരിത്രത്തിൽ ഒരു സമൂഹത്തിനും ഒരു മതവിഭാഗത്തിനും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള അത്ഭുതകരമായ ചരിത്രം നമുക്കുണ്ട്. കാരണം നമ്മുടെ മുൻഗാമികൾ സഹാബിമാർ രചിച്ചു വെച്ച ചരിത്രമാണ്. എന്നിട്ട് ഈ കാലഘട്ടത്തിലുള്ളവർ അവർ പറയണ പിൽക്കാലക്കാരെ നോക്കി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷഫാഅത്ത് ഈ ഉമ്മത്തിനുണ്ടായി. അതുപോലെ തന്നെ അവിടുത്തെ ഷഫാഅത്ത് നൽകപ്പെടുന്ന വിഭാഗങ്ങളിൽ ഒരു വിഭാഗം മദീനക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്ബിറു അഹദുൻ അലാ ലൗആഇഹാ, മദീനയിലെ പ്രയാസങ്ങളിൽ ഒരാൾ സഹിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, മദീനയിലെ ഭൗതികമായ പ്രയാസങ്ങൾ, താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ചെലവ് കാര്യങ്ങൾ, ചൂട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് സഹിച്ചുകൊണ്ട് ഒരാൾ മദീനയിൽ നിൽക്കുകയാണെങ്കിൽ, ഇല്ലാ കുൻതു ലഹു ഷഫീഅൻ ഔ ഷഹീദൻ യൗമൽ ഖിയാമത്തി ഇദാ കാന മുസ്ലിമാൻ. മുസ്ലിം ആണെങ്കിൽ ഖിയാമത്ത് നാളിൽ ഞാൻ അവന്റെ ശുപാർശകനായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവന് സാക്ഷി പറയുന്നതാണ്. ഒരു സഹാബികളിൽ ചിലർ മദീനയിൽ നിന്ന് പോകാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ നോക്കിയാലും മനസ്സിലാവും ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, മദീന മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഭൗതികമായ കാര്യങ്ങളിൽ ജീവിക്കാൻ പ്രയാസമുള്ള രാജ്യമാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ മദീനയെ അപേക്ഷിച്ച് സൗകര്യങ്ങൾ കൂടുതലാണ്. അള്ളാഹുന്റെ റസൂൽ പറയുന്നത്, മദീന, അവിടെ ക്ഷമയോടുകൂടി നിൽക്കുന്ന ആളുകൾ, അവർക്ക് എൻ്റെ ശുപാർശയുണ്ടായിരിക്കും. എന്നാൽ ഒരാൾ അവന്റെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സഹാബികൾ ചില യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യുന്നു എങ്കിൽ അത് അനുവദനീയമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശുപാർശയിൽപ്പെട്ടതാണ് സ്വർഗ്ഗക്കാർ സർവ്വരും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവിടുത്തെ ശുപാർശയുണ്ട്. സ്വർഗത്തിന്റെ വാതിൽ മുൻപിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശുപാർശയ്ക്ക് ശേഷമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുക. സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിലിൽ മുട്ടിയാൽ ഇതാരാണ്? അവിടുന്ന് പറയും, മുഹമ്മദാൻ. അപ്പൊ അദ്ദേഹം വാതിൽ തുറന്നു കൊടുത്തതിന് ശേഷം പറയും, താങ്കൾക്ക് വേണ്ടിയല്ലാതെ ഇത് തുറന്നു നൽകാൻ പാടില്ല എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിൽ ഒന്നത്. അതുപോലെ തന്നെ നരകത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് വേണ്ടി അവിടുന്ന് ശുപാർശ പറയും. വൻപാപങ്ങൾ ചെയ്ത ആളുകൾ, മുസ്ലിങ്ങളായ എന്നാൽ വൻപാപങ്ങൾ ചെയ്തവർ, നരകത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് വേണ്ടി അവിടുന്ന് ശുപാർശ. അതുപോലെ തന്നെ നരകത്തിലുള്ള ചില ആളുകൾ അവരുടെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യും. അതുപോലെ തന്നെ നരകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ചില ആളുകൾ, അള്ളാഹ് അവരുടെ പ്രവർത്തനങ്ങൾ, തിന്മകൾ കൂടിയിട്ടുണ്ട്, നന്മകൾ കുറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയും. അവർ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ ശുപാർശയിൽ ഏറ്റവും പരിപൂർണമായ പങ്ക് അള്ളാഹു നമുക്ക് ഏവർക്കും രേഖപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ച ചില ആളുകൾ അവരുടെ പദവികൾ ഉയരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും. ഇതൊക്കെ ഹദീസുകളിൽ ചിലതിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ശുപാർശ നൽകപ്പെടുന്ന, ഷഫാഅത്ത് നൽകപ്പെടുന്ന മറ്റു ചില ആളുകൾ, ഷഫാഅത്തിന് അനുമതി നൽകപ്പെടുന്ന മറ്റു ചിലർ, ഒന്ന് നബിമാരാണ്. നബിമാർ ശുപാർശ പറയും. അതുപോലെ തന്നെ മലക്കുകൾ ശുപാർശ പറയും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈഅ. എത്ര മലക്കുകൾ ആകാശങ്ങളിൽ ശുപാർശ പറയുന്നവരായുണ്ട്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ ശുപാർശ പറയും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസിൽ കാണാം,
മുഅ്മിനീങ്ങൾ അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഭൂമിയിൽ എന്തെങ്കിലും അവകാശം ഉണ്ടായിട്ട് അത് മറ്റൊരാൾ തട്ടിയെടുത്തു എന്ന് വിചാരിക്കുക. അതിന്റെ ഒരു ഭൂമി, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി വേറെ ആൾ തട്ടിയെടുത്തു. അപ്പൊ അയാളത് കോടതിയിൽ പോയി വാദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും വാദിക്കുക? ശക്തമായി വാദിക്കും. സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ചിലർ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അതിനേക്കാൾ ശക്തിയായി വാദിക്കും, അവരെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. മുഅ്മിനീങ്ങൾ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. അള്ളാഹുവിനോട് അവർ പറയും, അള്ളാഹുവെ, ഇവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങളോടൊപ്പം നോമ്പെടുത്തിരുന്നു, ഞങ്ങളോടൊപ്പം നിസ്കരിച്ചിരുന്നു, അതുകൊണ്ട് അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് സഹോദര മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കൾ ഉണ്ടാവും, സൽക്കർമ്മം ചെയ്യുന്ന നന്മ ചെയ്യുന്ന ആൾക്കാരെ കൂട്ടുകാരായിട്ട് വെക്കുക. തിന്മകളിൽ മാത്രം അഭിരമിക്കുന്ന ആളുകൾ അവരായിട്ട് കൂട്ടുകൂടാതിരിക്കുക. അൽ അഖില്ലാഉ യൗമഇദിൻ, അന്നേ ദിവസം കൂട്ടുകാരെല്ലാം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ ഒഴികെ. തഖ്വയുള്ള ആളുകളെ കൂട്ടുകാരാക്കുക, അവരായിട്ട് കൂട്ടുകൂടുക, അവരെ ഒപ്പം നിർത്തുക. മിനിറ്റിന്റെ 2 അപ്പൊ ഇതാണ് ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ മുൻപ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും വിശാലമായ വിഷയം ഇതാണ്. ഇതിൽ പല ഹദീസുകളും നമ്മൾ പറയാതെ വിട്ടതുണ്ട്, വളരെ സുദീർഘമായ ഹദീസുകളുണ്ട്, അതുപോലെ വിശദമായ വിവരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വിശദമായി വിവരിച്ച ഹദീസുകളുണ്ട്, അന്ത്യനാളിന്റെ സംഭവങ്ങൾ ഓരോന്നായിട്ട് വിവരിക്കുന്ന. പക്ഷെ അവയെല്ലാം പറയുക എന്നത് പ്രായോഗികമല്ല. പക്ഷെ എങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന ഈ പല കാര്യങ്ങൾ, ഇതൊക്കെ പഠിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, മൻ യുരിദില്ലാഹു ബിഖൈറൻ ഫഖിഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹു ദീനിൽ അവഗാഹം നൽകുന്നതാണ്. ഇതൊക്കെ ദീനിൽപ്പെട്ട കാര്യങ്ങളാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ദീനിൽ അവഗാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമലിന് പ്രേരിപ്പിക്കുന്ന, നിന്നെ നന്മയിലേക്ക്, നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇൽമാണ്. നമ്മൾ ഈ പഠിച്ചത് നമുക്ക് അമൽ പ്രേരിപ്പിക്കണം. ഹറാം ചെയ്യുന്ന അവസരം മുന്നിൽ വന്നെത്തിയാൽ ഇന്ന് വിട്ടുനിൽക്കാൻ, ഹറാമായ സമ്പത്ത് മുന്നിൽ വന്നാൽ അത് മാറി നിൽക്കാൻ, നന്മകൾ കുറവുണ്ടായത് തിരിച്ചറിയാൻ, എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്ന് അള്ളാഹുവിനെ ഓർത്ത് പരലോകത്തെ ഓർത്ത് കരയാൻ, അതിനിത് സഹായിക്കണം. ദിക്റുകൾ അധികരിപ്പിക്കാൻ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ, സദഖകൾ അധികരിപ്പിക്കാൻ, ദുആകൾ അധികരിപ്പിക്കാൻ, അതിനാണ് ഇത് നമ്മളെ സഹായിക്കേണ്ടത്. ഇതൊക്കെ കേട്ട് കുറെ വിവരങ്ങളുണ്ട്, ഇങ്ങനെ നടക്കാനാവരുത്. സംസ്കാരത്തിലേക്ക് എത്താൻ, ഇബാദത്തുകൾ ചെയ്യാൻ. സഹോദരങ്ങളെ, ഈ പറഞ്ഞ സത്യമാണ്, ഹക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം പോലും ഹക്കല്ലാതെ ഇല്ല. വഇന്നഹു ലഹഖു മിസ്ലമ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്ന എത്ര സത്യമാണോ അതുപോലെ സത്യമാണ് പരലോകമുണ്ടാവും. അതുകൊണ്ട് ആ പരലോകത്തിനു വേണ്ടി തയ്യാറെടുക്കുക, നന്നാവുക തീരുമാനമെടുക്കുക, അള്ളാഹു ദുആ ചെയ്യുക, തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിച്ചാൽ നാം വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. ശ്രമിക്കുക. ഇന്നു മുതൽ ഇനി നിസ്കാരം ഉപേക്ഷിക്കരുത്. ഇന്നു മുതൽ ജമാഅത്ത് നഷ്ടപ്പെടരുത്. ഇന്നു മുതൽ സകാത്തിന്റെ കാര്യത്തിൽ വീഴ്ച സംഭവിക്കരുത്. ഇന്നു മുതൽ തൗഹീദ് പഠിച്ചു തുടങ്ങണം. ഇന്നു മുതൽ അഖീദ മനസ്സിലാക്കണം. ഇന്നു മുതൽ പരലോകത്തിന്റെ അമൽ ചെയ്യണം. ഇന്നു മുതൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കണം. ഇന്നു മുതൽ ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്ർ ചൊല്ലണം. തീരുമാനമെടുക്കുക. എന്താണ് നിന്റെ അടുക്കുള്ള കുറവ്, പരിഹരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ പിൻപറ്റാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في فلسطين. اللهم انصر المسلمين المستضعفين في فلسطين.
اللهم انصر المسلمين المستضعفين في فلسطين. اللهم عليك باليهود، اللهم عليك باليهود، اللهم دمرهم تدميرا، اللهم شردهم تشريدا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك. أشهد أن لا إله إلا أنت.